എൻ്റെ പേര് സുജാത. ഞാൻ എണ്ണക്കാടിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഞാൻ ആദ്യമായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ ഓവറിയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് 2019 എനിക്ക് സർജറി ചെയ്തതായിരുന്നു, യൂട്രസിൻ്റെ സർജറി ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് ഓവറിലുള്ള മുഴ 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ നിയോഗത്തിൽ വെച്ച് എനിക്ക് 2-3 സർജറി കഴിഞ്ഞതാണ്. ഇനി 4-ാമൊരു സർജറി ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കൃപാസനം അമ്മേ ഇതെനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അത് 33, 20 സെൻറ്റ് 2 ചെറിയ സിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അത് എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരനും അത് മാറ്റിത്തന്നു. പിന്നെ എനിക്ക് എരിവ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അൾസർ വന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതും എനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഫാറ്റി ലിവർ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം ഫസ്റ്റിൽ ഫാറ്റി ലിവറാണ് തിരിഞ്ഞ് വന്നിരുന്നുണ്ട്, അതും മാറ്റിത്തന്നു. പിന്നെ 2 വർഷം മുമ്പ് എനിക്ക് ഈ അലർജിയുടെ രോഗമുണ്ടായിരുന്നു. അങ്ങനെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. ഇത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് ശ്വാസമുട്ടില്ലാതായി. എന്നും വയറിൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം ഉടമ്പെടുത്തെല്ലാം തേച്ച് പുരട്ടുമായിരുന്നു. പിന്നെ ഉപ്പും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ള അനേകർ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയും, ഇനി അസുഖമാണ് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് പൂർണ്ണമായി സൗഖ്യപ്പെടുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം പറയാനാണ് വന്നത്. എൻ്റെ സഹോദരന് ബ്രെയിൻ ട്യൂമറായിരുന്നു തലയിൽ. അത് അവന് ഡോക്ടർ പറഞ്ഞു സംസാരശേഷി നഷ്ടപ്പെടും, ഒരു വശം തളർന്നു പോകുമെന്ന് പറഞ്ഞതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാർച്ച് മാസത്തിൽ അഡ്മിറ്റ് ആയതാണ്. 1 മാസം അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഏപ്രിൽ 2-ാം തീയതി സർജറിക്ക് ഡേറ്റ് തന്നു. അത് ഷുഗർ കൂടി, അതുകൊണ്ടാണ് 1 മാസം അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. ആ സർജറിയിൽ ഡോക്ടർ പൂർണ്ണമായും പറഞ്ഞു അത് ഒരു വശം തളർന്നു പോകും, സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവന് തീരെ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കാണാമെന്ന് ഇവിടെ വന്നതാണ്. ഇവിടെ എൻ്റെ ഫോട്ടോയും അവിടുത്തെ അവൻ്റെ ചീട്ടുകളെല്ലാം കൂടെ അന്നേരം പറഞ്ഞു. അച്ഛൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ അങ്ങനെ സഹോദരി ഉടമ്പടി എടുത്താൽ സഹോദരന് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈഫിന് അതിൽ വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് ഞാനതങ്ങനെ ചെയ്യാൻ പിന്നെ ഇവിടെ വന്ന് ഞാനത് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത് ഇവൻ്റെ അടുത്ത് ചെന്ന് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പെടുത്തെല്ലാം തലയിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് സർജറി ചെയ്തു. 1 ദിവസം മാത്രം വെന്റിലേറ്ററിൽ കിടന്നുള്ളൂ. അന്ന് പിറ്റേ ദിവസം ഇവനെ കൂടെ ബഹളം വെച്ച് അവന് വാർഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ സിസ്റ്റർ പറഞ്ഞു ഇവന്ന് ബഹളം വയ്ക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചെന്ന് ICUവിൽ കയറി ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം തൊട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഉടമ്പെടുത്തയില്ല അവൻ്റെ ദേഹത്ത് പുരട്ടി. അങ്ങനെ അവൻ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു ഇവനെ വാർഡിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റി. സംസാരശേഷി ഉണ്ടാകുകയും ചെയ്തു. പൂർണ്ണ ആരോഗ്യത്തോട് നടന്നു തന്നെ വാർഡിലേക്ക് വന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ഇവനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ എന്നും ഉടമ്പെടുത്തൈലം അവൻ്റെ തലയിൽ സർജറി ചെയ്ത ഭാഗത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സർജറി ചെയ്ത ഭാഗം. അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ചു, അവൻ്റെ വസ്ത്രങ്ങൾ കഴുകി എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. ഇവൻ്റെ ഒരു അത്ഭുതമായ കാര്യത്തോട് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന ആ സമയത്ത് ഞാൻ പിന്നെ ബസ്സിന് കയറി അലറിക്കരയുമായിരുന്നു. എൻ്റെ ഈ സഹോദരൻ്റെ ജീവൻ നിലനിർത്തി തരണേന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് എന്നെ ഒരു വണ്ടി ഇടിച്ചപ്പോൾ ഇപ്പോഴാണ് എൻ്റെ സഹോദരൻ ഈ വിവരം അറിയുന്നത്. ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. അവിടെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ആ വണ്ടി ഇടിച്ച ആ സ്കൂട്ടറുകാരനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. എൻ്റെ കാലിപ്പോഴും അതിൻ്റെ പാടുണ്ട്. 1 മാസം ആ മുറിവ് ഇങ്ങനെ ഇരുന്നത്. ഞാൻ പിന്നെ അത് ഉടമ്പെടുത്തെല്ലാം തേച്ച് മാത്രമാണ് അത് മാറ്റിയിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ ഈ വിവരം വണ്ടി ഇടിച്ച വിവരം അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഹസ്ബൻഡിനോട് പറയത്തുള്ളൂ, എൻ്റെ സഹോദരനോടും പറയത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ട്യൂമർ
0.5 മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് ബാക്കി തലയിലുണ്ട്, റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചു. റേഡിയേഷൻ ചെയ്യാൻ പോയപ്പോൾ റേഡിയേഷൻ ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ശ്രീചിത്രയിൽ പോയി ഒന്നുകൂടെ MRI എടുക്കാൻ പറഞ്ഞു. അവിടെ ഇവനെയും കൊണ്ട് ഞങ്ങൾ അവിടെ പോയി MRI എടുക്കാൻ ഡേറ്റ് കിട്ടത്തില്ല, ഡേറ്റ് ജനുവരിയിലേ ഉള്ളൂ. അന്നേരവും ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് ഉടനെ ഡേറ്റ് തന്ന് ഇന്നെങ്കിൽ മാത്രമേ അവൻ്റെ MRI ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് ഈ അൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അന്ന് തന്നെ ഡേറ്റ് കിട്ടി. ഞങ്ങൾ അന്ന് തന്നെ MRI എടുത്തു. പിറ്റേ ആഴ്ച ചെന്നു. റിസൾട്ട് നോക്കിയപ്പോൾ തലയിൽ ട്യൂമർ അല്പം പോലുമില്ല, ഒരു നീർക്കെട്ട് മാത്രമുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നും അലറിക്കരയുമായിരുന്നു, ജീവൻ തിരിച്ചു കൊടുക്കണേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അവന് പറയാനുള്ള പിന്നെ ഞാൻ ക്യാൻസർ രോഗികളെ പോയി കാണും, പിന്നെ വൃദ്ധസദനത്തിൽ പോയി എനിക്ക് എന്നാൽ കഴിയുന്ന സഹായം കൊടുക്കുമായിരുന്നു. പറയാനുള്ളതുകൊണ്ട് പറയുന്നത് നന്ദി മാത്രമേ പറയാനുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. 2 കൊറിന്ത്യോസിൻ്റെ 5:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിനും വസ്തുവിനും പണത്തിനും വേണ്ടിയൊക്കെ ഇടിപിടിക്കുന്ന ഒരു സമയത്ത് ഈ സഹോദരി തൻ്റെ സഹോദരന് വേണ്ടി സഹനത്തിലൂടെ ത്യാഗമെടുത്ത് ഉടമ്പടി ജീവിതം അനുഷ്ഠിച്ച് സഹോദരന് സൗഖ്യം ലഭിച്ചതിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മുടെ മുൻപിൽ പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുൻപിൽ സഹോദര സ്നേഹത്തിന് വലിയ വിലയുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ സഹോദരി. തൻ്റെ സഹോദരൻ്റെ ക്യാൻസർ മാറി എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്. നമുക്കും സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഈ സഹോദരി വലിയൊരു സാക്ഷ്യമായിട്ട് തീരട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നതെന്ന് നമ്മൾ ബോധ്യവാന്മാർ ആയിത്തീരണം എന്നുള്ളതാണ്. ജീവിതത്തിൽ വലിയ ബോധ്യമുണ്ടാകേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയും ഒരു കുടുംബത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളും അരിഷ്ടതകളുമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് ബോധ്യമാകുന്നത്. സഹോദരൻ്റെ അസുഖം മാറുന്നതോടൊപ്പം തന്നെ ഈ സഹോദരി പറയുകയാണ്, ഇവിടെ വന്നു പോയതിന് ശേഷം തനിക്കുണ്ടായിട്ടുള്ള പീഡകളൊക്കെ താൻ സഹോദരൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുവെന്ന്. ആരെയും അറിയിക്കാതെ തൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ സഹോദരൻ്റെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഈ സഹോദരിയുടെ വയറ്റിലുണ്ടായിരുന്നൊരു മുഴ ഉടമ്പടി പ്രാർത്ഥനയിൽ മാറിപ്പോയി എന്ന് നമ്മൾ കാണുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഫലപ്രദമാണെന്നും ശക്തിയുള്ളതാണെന്നും ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുകയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരങ്ങളോടൊപ്പം സഹോദര സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കും ദൈവത്തെ ആരാധിക്കാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ഗായത്രി, ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 10/1/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ 3ാമത്തെ ഉടമ്പടിയാണിത് പുതുക്കുന്നത്. മെയ് 20 എൻ്റെ 1ാമത്തെ സാക്ഷ്യം എന്ന് പറയണത്, എൻ്റെ മോൾക്ക് മെയ് 20 വെളുപ്പിന് പെട്ടെന്നൊരു ഛർദിൽ വരികയും ഞങ്ങളെന്നാൽ അടുത്തുള്ള ഡോക്ടറെ കൊണ്ട് കാണിക്കാം, തണുപ്പായതുകൊണ്ടായിരിക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് മനസ്സ് പറയുന്ന അങ്ങോട്ട് പോകണ്ട, മുഹമ്മയിലേക്ക് തന്നെ പോകാമെന്ന് വെച്ച് ഞങ്ങൾ മുഹമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് യൂറിനും ബ്ലഡും പരിശോധിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറയുന്ന ആ റിസൾട്ട് കണ്ടിട്ട് എളുപ്പം തന്നെ ആംബുലൻസിൽ വണ്ടാനത്തേക്ക് കൊണ്ടുപോയിക്കോണമെന്ന് പറയുന്നു. ഞാൻ ആകെ ടെൻഷനായി, എന്താണെന്ന് അറിയത്തില്ല. ഇതൊക്കെ മുമ്പും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പൻഡീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശരി, ഞങ്ങളങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് വണ്ടാനത്ത് ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ആ സ്കാനിങ് ചീട്ടിൽ പറയുന്നു 4 ദിവസമായിട്ട് ഇൻഫെക്ഷൻ അടിച്ച് കിടക്കുവാണ്, അതും 12.13 വരെ എത്തിയിരിക്കുന്ന അപ്പൻഡീസ്. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്നോട് ചോദിച്ചു കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒന്നും അവൾ പറഞ്ഞിട്ടില്ല, ഇന്ന് ഛർദിലും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളുത്തി പിടിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഇന്ന് രാത്രി തന്നെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ 7 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നു ഇന്നുണ്ടാകത്തില്ല, നാളെ രാവിലെ ഉണ്ടാകത്തുള്ളെന്ന്.
ശരി, അന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞ് ഈ 2 കുട്ടികളെയും കൊണ്ട് പോയിക്കോ, ഇവരുടെ താഴെ 2 കുട്ടികളാണ്. ഞാൻ പറഞ്ഞു അവരെയും കൊണ്ട് പോയിക്കോ, അദ്ദേഹം ആകെ ടയേർഡായി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ, ഞാനും അമ്മയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി ഒരു 8:30 ഒരു റിസൾട്ട് കൂടി ആയിട്ട് ഞാൻ മയക്ക് ഡോക്ടർക്ക് താഴെ ചെല്ലുമ്പോൾ പറയുന്നു, ആതിരേനെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്, എളുപ്പം കൊണ്ടുപോകാമെന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പോൾ നടക്കത്തില്ലെന്നാണല്ലോ പറഞ്ഞത്, നാളെ രാവിലെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പറ്റത്തില്ല, ഇന്ന് 11:30 രാത്രി ഓപ്പറേഷൻ നടന്നിരിക്കുമെന്ന് പറഞ്ഞു. 11:30 ആയപ്പം ഞങ്ങൾ താഴെ ട്രോമാ വാർഡിൻ്റെ അവിടെ കൊണ്ടുചെന്ന് കുഞ്ഞിനകത്ത് കയറ്റി. ഒരു 1:30 മണി കഴിഞ്ഞപ്പം ഓരോ ചീട്ടും എഴുതി തരുവാണ് വാങ്ങിക്കാൻ. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷൻ പിടിച്ച് ഞാൻ പറഞ്ഞു അമ്മേ എന്ത് ചെയ്യും, അണ്ണനെ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കണമില്ല, ഉറങ്ങിപ്പോയി ടെൻഷൻ കൊണ്ട് മഴയെ. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും അമ്മയെന്ന് ഞാൻ ഓടി ഞങ്ങൾ ആദ്യം കിടന്ന വാർഡിൽ ചെന്ന് എല്ലാവരോടും ചോദിച്ച് എനിക്ക് ഇച്ചിരി പൈസ തരുമോ, ഇന്ന പോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ആരുടെ കയ്യിലും ഇല്ല. ഞാൻ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മേ എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ വരുമ്പം ഫുൾ ഗ്രേ കളറിലൊരു ഡോക്ടർ ഇറങ്ങി വന്ന് പിന്നെ ഈ മരുന്ന് ഞാൻ വെട്ടിയിരിക്കുന്നു, സൗകര്യം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഈ മരുന്ന് വാങ്ങിത്തരണം. അപ്പോഴൊന്നും ഞാൻ ഈ ഡോക്ടർ എന്താണ് ഇട്ടിരിക്കണമെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. 4 മണിയായപ്പോൾ കുഞ്ഞിനെ ഇറക്കി, കുഞ്ഞ് സംസാരിച്ച്. അപ്പോൾ പിറ്റേന്ന് ഞാൻ ഇവളോട് രാവിലെ ചോദിച്ചു, മോളെ ഈ ഗ്രേ കളറിലെ ഡ്രസ്സ് ഇട്ട ഡോക്ടർ ഉണ്ടായിരുന്നോ? അവളപ്പോൾ എല്ലാവരെയും കാണിച്ചു തരുന്നു. ഈ ഡോക്ടർമാരെല്ലാം ഉണ്ടായിരുന്നു, ഈ സിസ്റ്റർമാരും ഉണ്ടായിരുന്നു, അമ്മ വേറൊരു ഡോക്ടർ അവിടെ ഇല്ലെന്ന്. ഞാൻ അപ്പത്തോട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഗ്രേ കളർ ഫുള്ളിട്ട ഡോക്ടർ ഏതാണ്. പിന്നെ എനിക്ക് പുറത്തിറങ്ങി ഒരു റിസൾട്ട് വാങ്ങിക്കണമായിരുന്നു. ഞാനപ്പോൾ ആ ട്രോമാ വാർഡിൻ്റെ അവിടെ ചെന്നൊക്കെ നോക്കി, ഇങ്ങനൊരു ഡോക്ടർ അവിടെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് തോന്നി ദൈവമേ ഇത് മാതാവായിരിക്കുമല്ലോ എന്ന്. അങ്ങനെ അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്ന് 4ൻ്റെ അന്ന് ഇവൾ എഴുന്നേൽക്കുന്നൊന്നും ഇല്ല. ഈ 4 മണി പിറ്റേന്നുള്ള ദിവസങ്ങളൊന്നും എഴുന്നേൽക്കുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എല്ലാവരും ഓപ്പറേഷൻ ചെയ്തവർ എഴുന്നേറ്റ് നടക്കുന്നു, എൻ്റെ കുഞ്ഞ് മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാത്ത എന്താണെന്നോ. ഞാൻ കൊന്ത ചൊല്ലി 10 മിനിറ്റ് കഴിയുമ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നു, നടക്കുന്നു, ആക്റ്റീവായി. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ അതിക്ക് മുമ്പായിട്ടൊരു കാര്യം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊരു ധ്യാനം കേട്ടോണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ ഈ മെയ് മാസം തൊട്ട് ഡിസംബർ വരെ ഞങ്ങൾ വെള്ളത്തിലാണ് താമസിക്കുന്നത്. കായലിറമ്പത്തായതുകൊണ്ട് ഭയങ്കര വെള്ളത്തിലാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഈ വർഷവും ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. ഞാനിങ്ങനെ യൂട്യൂബിൽ ആ സാക്ഷ്യം ഞാനിങ്ങനെ കേൾക്കുന്നു. 25 വർഷമായിട്ടൊരു ചേട്ടൻ വെള്ളത്തിൽ കിടക്കുന്ന ആ ചേട്ടൻ ഇങ്ങനെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടതിൻ്റെ ഫലമായിട്ട് അത് കേട്ട പുറകെ തന്നെ ഞാനും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഉടമ്പടി ഉപ്പ് എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയ ആ കാര്യം. അപ്പം ഞാനിങ്ങനെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് അമ്മ പറയുന്നു, നമുക്ക് ഇവളെ ഇനി വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, ആ തണുപ്പിലോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഒരു വീട് എടുക്കണമെന്ന്. ഒരിക്കലും അമ്മയുടെ വായിന്ന് അങ്ങനെ ഒരു കാര്യം കേൾക്കുമെന്ന് പോലും ഞാൻ വിശ്വസിച്ചില്ല. ഈ 20-ാം തീയതി ഓപ്പറേഷൻ ചെയ്ത് 26-ാം തീയതി ഞങ്ങൾ കയറുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. വാടക വീടാണെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നതിലും അവരുടെ മേളിലത്തെ നിലയിൽ 2 ബാത്റൂമുള്ളൊരു വീട് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച്. സത്യമായിട്ടും അത് വാടക വീടാണെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിൽ മാതാവ് ഞങ്ങളവിടെ എത്തിച്ച്. 2ാമത്തെ എൻ്റെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയണത് എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു നേഴ്സിങ്ങിന്. ഞാൻ അങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇവളെപ്പോഴും പറയുന്നു, അമ്മ അവിടെ കിട്ടുന്നില്ല, പിന്നെ ബാംഗ്ലൂരേ കിട്ടത്തുള്ളൂ, ബാംഗ്ലൂർ ഞങ്ങൾക്ക് വിടാനൊരു ബുദ്ധിമുട്ട്. ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാംഗ്ലൂർ വേണ്ട, ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാന്ന് നോക്കെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഉച്ചയ്ക്ക് വിഷമിച്ച് കിടക്കുമ്പം എൻ്റെ തലയ്ക്ക് മേളിൽ ഈശോപ്പനും മാതാവും കടലിന് മീതെ നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൾ പറയുന്ന, അമ്മ മാർത്താണ്ഡത്ത് എനിക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്, 50,000 രൂപ കൊടുക്കണമെന്ന്. ഞാൻ ആകെ ഇവളോട് കാണിക്കുന്നില്ലെങ്കിലും ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, ഈ 50,000 രൂപ എന്നെക്കൊണ്ട് ഒരു നിർവാഹവും ഇല്ലമ്മേ അഡ്മിഷൻ എടുക്കാനെന്ന്. ഞാൻ ഉടമ്പടി പത്രം ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ മാതാവിൻ്റെ വാതിക്കെ ആരോ ഉടമ്പടി എടുത്ത 5 കെട്ട് പത്രം അവിടെ വെച്ചിരിക്കുന്നു. അതും എടുത്ത് ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടുപോയി കൊടുത്തേച്ചും ബസ്സിലിരിക്കുമ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അമ്മ 50,000 ഒന്ന് പറഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ ബസ് ഓടുന്ന വഴി പ്രാർത്ഥിക്കണം, എൻ്റെ മാതാവേ എനിക്കൊരു 30,000 ആക്കി എന്നെ സഹായിക്കണമെന്ന്. പെട്ടെന്ന് ഇവൾ വിളിച്ചിട്ട് പറയുന്നു, അമ്മ 20,000 കൊടുത്താൽ മതിയെന്ന്. വീട്ടിൽ വന്ന് പോണതിൻ്റെ തലേന്ന് വിളിച്ച് പറയുന്നു, 10,000 രൂപ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയെന്ന്.
അതും എൻ്റെ മാതാവ് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. നാലാമത്തെ എൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ മോളുടെ കാര്യമാണ്. SSLC, ഇവളുടെ താഴത്തെ രണ്ടാമത്തെ മോള് SSLCക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര അലമ്പാ, ഫോൺ കളിയുമൊക്കെ. എനിക്ക് ആകെ സങ്കടം, ഞാൻ ആകെ വിഷമിച്ച് ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും, SSLC പരീക്ഷയാണ്, എന്തെങ്കിലും വന്നു പോയാൽ എനിക്കായിരിക്കും കുറ്റം. ഞാൻ അങ്ങ് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവമേ, ഞാൻ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ ആ ആൾത്താരയിലിരുന്ന് കൊന്ത ചൊല്ലുക. അപ്പോൾ ട്യൂഷനും നിർത്തി ഞാൻ ആകെ വിഷമിച്ച്. ഈ വെള്ളത്തിനകത്ത് നിങ്ങൾ നീന്തി പോകണ്ടേ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിന്നെ സമർപ്പിച്ച് ഞാൻ ട്യൂഷനും നിർത്തി എൻ്റെ മകളെ പഠിപ്പിക്കുവാണ്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട് അമ്മ എൻ്റെ മോളെ നല്ല മാർക്ക് തന്ന് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. ഞാൻ അകത്ത് കയറി വന്ന് റിസൾട്ട് എൻ്റെ മോള് കോൾ ചെയ്യുവാണ്, അമ്മേ എനിക്ക് 5A+ ഉണ്ടെന്നും പറഞ്ഞ്. എനിക്ക് എന്ത് സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷമായിരുന്നു. ഞാൻ ആ ആൾത്താരയിൽ നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്. എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് +1 നല്ല ഒരു, ഞാൻ പറഞ്ഞ അമ്മേ അവൾക്ക് സയൻസ് വേണം, കിട്ടുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ട് അവൾക്ക് വരുന്നുണ്ടെങ്കിലും കൊമേഴ്സാണ് കിട്ടുന്നത്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മയെ ദൂരെ സ്കൂളിൽ കിട്ടല്ലേ, അവൾക്ക് അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെ കിട്ടണമേ എന്ന്. അടുത്ത് തന്നെ കലവൂര് സ്കൂളിൽ അവൾക്ക് ബയോളജി സയൻസ് തന്ന് എൻ്റെ പരിശുദ്ധ അമ്മ ഈശോപ്പന് സഹായിച്ച്. നാലാമത്തെ എൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയും മോളുടെ ഓപ്പറേഷൻ സമയത്ത് പോയായിരുന്നു. ജോലി പോയെന്ന് തന്നെ വിശ്വസിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഇല്ലെണ്ണ ഒരിക്കലും പോകത്തില്ല, മാതാവ് തന്ന ജോലിയാണെങ്കിൽ അത് മാതാവ് തന്നെ എനിക്ക് തിരിച്ചു തരും, ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഇനി പ്രതീക്ഷിക്കണ്ട, ഇനി എന്നെ അവിടെ വിളിക്കത്തില്ല, ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ പുറകിൽ വന്ന് നിന്ന് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇന്ന് രാവിലെ 10 മണിക്ക് വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കണം, എന്തെങ്കിലും ഒരു നല്ല ഇത് പറയണേ മാതാവേന്ന്. ഞാൻ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോള് വരുന്നു, വിനീഷ് നാളെ രാവിലെ തന്നെ ബോട്ടിൽ കയറിക്കോണം, ഇനി ഒരു ദിവസം മാറ്റി വെക്കരുത്, നാളെ തന്നെ കയറിക്കോണമെന്ന്. എനിക്ക് സന്തോഷം കൊണ്ട് മേൽ ഹസ്ബൻഡ് ഉടനെ തന്നെ കുളിച്ചൊരുങ്ങി ഞാൻ മാതാവിനെ കാണാൻ പോകുകയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ ജോലിയും പരിശുദ്ധ അമ്മ തിരിച്ചു തന്ന്. അതുപോലെ മോളെ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരു കൂട്ടരെ പരിചയപ്പെട്ടതാണ്, അവരുടെ മോന് 3 വർഷമായിട്ട് പണിക്ക് പോകണില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും വന്ന് എന്നോട് പറയും, മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മകൻ 3 വർഷമായിട്ട് പണിക്ക് പോകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു ശരി അമ്മേ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മയുടെ മോൻ പണിക്ക് പോകും. ഇങ്ങനൊരു പള്ളിയുണ്ട് കലവൂര്, കൃപാസനം പള്ളിയാണ്. എപ്പോഴെങ്കിലും ആ മകൻ പണിക്ക് പോകുമ്പോൾ അമ്മ ഒരു ടിന്ന് വാങ്ങിച്ച് 10 രൂപ വെച്ചിട്ടേക്കണേ, എൻ്റെ മാതാവിന് കൊടുത്തേക്കണേന്ന്. ഇവളുടെ റിസൾട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ മെയ് 20-നാണത് പറഞ്ഞു പോകുന്നത്. ജൂൺ 11-ാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ പത്രവും കൊടുത്ത് ട്രെയിൻ കയറാനായിട്ടിരിക്കുമ്പോൾ ഒരു കോള് വരുന്നു, മോളെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ചേച്ചി. ഞാൻ ചോദിച്ചാൽ എന്നാ ചേച്ചി എന്ന് ചോദിച്ചു. എൻ്റെ മോൻ പണിക്ക് പോകാൻ തുടങ്ങി, എൻ്റെ മോൻ പൈസ തരാൻ തുടങ്ങി. ഞാൻ ആ ടിന്നുമായിട്ട് മോൾക്ക് ഞാൻ പറയാം എനിക്ക് തരരുതും, ഒരിക്കലും എനിക്ക് ആ പൈസ വേണ്ട, അത് കൃപാസനത്തിൽ എൻ്റെ മാതാവിന് കൊണ്ട് കൊടുത്തേക്കണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ വരുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ, ഉടനെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായും വരണം, എന്നെ വിളിക്കണം, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടനെ തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും. ഈ മാസം അവസാനത്തോടു കൂടി അവർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്ന എൻ്റെ ഈശോപ്പനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 100 കോടി പുണ്യം ചെയ്താലും എൻ്റെ ജീവനോടെ എൻ്റെ മോളെ തന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. മരണത്തിലോട്ട് പോയ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്കത് പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് കഴിയാവുന്നവർക്ക് എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാൻ ഇവിടെ കിട്ടുന്ന പത്രം, ആരും കൊടുക്കാതെ വെച്ചിരിക്കുന്ന പത്രം വണ്ടാനത്തും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയും മാർത്താണ്ഡത്തും ഒക്കെ ഞാൻ പോയി അഡ്മിഷൻ കിട്ടിയ സ്ഥലത്തൊക്കെയും കൊടുത്ത്, പിന്നെ എനിക്ക് കഴിയാവുന്നവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. ഉടമ്പടിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രേക്ഷിത വേല ചെയ്യുക എന്നുള്ളത്. ഗായത്രി അത് നന്നായിട്ട് ചെയ്യുമായിരുന്നു. സുഭാഷിതം 14:27 പറയുന്നത്, ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്, മരണത്തിൻ്റെ കടികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു. ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത് മോളുടെ വയറുവേദനയായിട്ടാണ്. പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അത്ര സീരിയസ് ആയതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതല്ല എങ്കിൽ ഓപ്പറേഷൻ ചെയ്യാറില്ല. അതേസമയം മരുന്ന് വാങ്ങിക്കാൻ രാത്രി പറയുമ്പോൾ ഇവരുടെ കയ്യിൽ പൈസയില്ല. ഗായത്രി ഓരോ സ്ഥലത്തും കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ ഉറപ്പിൽ പൈസ തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും പൈസ കിട്ടുന്നില്ല. അപ്പോൾ ദൈവം നേരിട്ട് സഹായിക്കുകയാണ്. ആ ഗ്രേ കളറിൽ ഉടുപ്പിട്ട ഡോക്ടർ വന്ന് ആ മരുന്ന് വെട്ടി. പിന്നീട് രാവിലെ ആയാലും ആരും ഇവരോട് ചോദിക്കുന്നില്ല, പറഞ്ഞ മരുന്ന് തന്നില്ലല്ലോ, ഇങ്ങനൊരു ചോദ്യമില്ല. ആ ഡോക്ടർ വെട്ടിക്കഴിഞ്ഞു, എന്നാൽ പിന്നെ ആ ഡോക്ടറിനെ കാണാനുമില്ല.
നേഴ്സുമാരോട് ചോദിച്ചു, അവിടെയുള്ളവരോട് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു. നമ്മുടെ കഷ്ടകാലങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടുകയാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ദൈവവും നമ്മളും തമ്മിലാണ് ഉടമ്പടി ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ വിശ്വസ്തയോടെ നിൽക്കുന്ന മക്കളുടെ ആവശ്യങ്ങളിൽ ദൈവം തന്നെ ഇടപെട്ട് സഹായിക്കുന്നു എന്നത് വ്യക്തമായിട്ട് നമ്മൾ ഈ സാക്ഷ്യത്തിൽ മനസ്സിലാക്കുകയാണ്. അതേപോലെ മറ്റാവശ്യങ്ങൾ, കുഞ്ഞിൻ്റെ പഠന കാര്യങ്ങൾ, ഇതെല്ലാം ഓരോ അടയാളങ്ങളും നൽകുന്നത് ദൈവം എത്രമാത്രം പ്രത്യേകിച്ച് ഉടമ്പടിയെടുത്ത മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സ്റ്റീഫൻ. ഇത് എൻ്റെ ഭാര്യ ഷീബ. ഞങ്ങൾക്ക് 2 മക്കളാണ്, സ്റ്റീവ്, സ്റ്റേസി. ഞങ്ങൾ ടെമ്പററി ആയിട്ട് കോയമ്പത്തൂരാണ് താമസം. ശരിക്കുള്ള വീട് ഇരിഞ്ഞാലക്കുട സെൻറ്റ് മേരീസ് ചർച്ച് ഇടവക ചേലൂർ. ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സാക്ഷ്യമാണെങ്കിലും എനിക്കത് വലുതാണ്. കാരണം ഞാൻ 20 വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയോ മറ്റുള്ള പ്രാർത്ഥനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞാനിപ്പോൾ ഏകദേശം 30 വർഷത്തോളം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും വിദേശത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആവശ്യത്തിന് കാശ്, അതുകൊണ്ട് പ്രാർത്ഥന വേണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് ഫുള്ള് കറക്കം തന്നെ. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് അതായത് എൻ്റെ കല്യാണം കഴിയുന്നത്. അതായത് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണറെയാണ് എനിക്ക് കിട്ടിയത്. വൈഫാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഫുള്ള് പ്രാർത്ഥന, കന്യാസ്ത്രീ ആവാനായിട്ട് ഒരുങ്ങി നടന്ന ഒരാളായിരുന്നു. അങ്ങനെ പോട്ട ധ്യാനത്തിലൊക്കെ എപ്പോഴും പോയി. അവിടെ ചെന്ന് ബ്രദറിനോടൊക്കെ പറഞ്ഞു, എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല, എനിക്ക് കന്യാസ്ത്രീ ആവണം. അപ്പോൾ ബ്രദർ എന്തോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ പോയി ഭർത്താവിനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 2 ധ്രുവങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാൻ പറ്റും. എപ്പോഴും പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ നാട്ടിൽ വന്നാൽ എപ്പോഴും കറക്കം, ഭാര്യ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന എത്തിക്കാത്തതിനോ ഞാൻ കറങ്ങുന്നതിനോ എന്നോട് ഒരു കംപ്ലൈൻറ്റ് പോലും പറഞ്ഞില്ല. ആൾ വൈഫാണെങ്കിൽ ഫുള്ള് പ്രാർത്ഥനയിൽ എന്നെ ഉറച്ചു നിന്നു. അത് കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ കുറേശ്ശെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് 2019 ഇപ്പോൾ കൊറോണ ടൈമിൽ എൻ്റെ ജോലി പോയി. ഞാൻ പിന്നെ തിരിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഫാമൊക്കെ തുടങ്ങി. അങ്ങനെ അപ്പോഴും വൈഫ് ഫുള്ള് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും വീണ്ടും വേറെ കമ്പനി വിളിച്ച് എന്നെ തിരിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചത് നോർമലായിരിക്കുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് വൈഫ് 2019 തൊട്ട് ഫുള്ള് ഉടമ്പടിയിൽ തന്നെയായിരുന്നു, ഫുള്ള് പ്രാർത്ഥനയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയെന്നാണ്. പക്ഷേ അതിന് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞങ്ങൾ കിടക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കിടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കുമ്പോൾ കിടക്ക പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കൃപാസന പത്രം, അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപങ്ങൾ ഫുള്ള്. അപ്പോൾ ഞാൻ വൈഫിനോട് പറയും, ഇതിൻ്റെ മുകളിലാണ് ഞാൻ കിടന്ന് ഉറങ്ങണേന്ന് ചോദിക്കും ഞാൻ തമാശയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറേശ്ശെയായിട്ട് എൻ്റെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് 6 മാസമായിട്ട് ഞാനും ഉടമ്പടിയിലേക്ക് വന്നു. അതായത് പെട്ടെന്ന് ഞാൻ സെൻട്രൽ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2 മാസം കൂടുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഇപ്പോൾ 4 പ്രാവശ്യം കൊറോണ വന്നു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഡെങ്കു ഫീവർ വന്നു, മലേറിയ വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ്. അവിടെ ഇപ്പോൾ സെൻട്രൽ ആഫ്രിക്കയിൽ അവിടെ നല്ലൊരു ക്ലിനിക്കില്ല, നല്ല ഹോസ്പിറ്റലില്ല. എന്നിട്ടും ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ ഇടയ്ക്ക് സാക്ഷ്യം ആദ്യം വൈഫ് എപ്പോഴും അയച്ചു തരും, വാട്സപ്പിൽ അയച്ചു തരും. പക്ഷെ ഞാനത് കാണാറില്ല, ഡിലീറ്റ് ചെയ്ത് കളയും.
അങ്ങനെ ഞാൻ ഒരു 6 മാസം മുമ്പ് ഞാൻ ബൈ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഞാനൊരു സാക്ഷ്യം കണ്ടു. ഒരു നേവി ഓഫീസറിൻ്റെ ആയിരുന്നു, ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു സഹോദരൻ്റെ. അത് എനിക്ക് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് എനിക്കത് തറച്ചു. അങ്ങനെ പിന്നെ ഞാനത് സാക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്ന് തൊട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന പിന്നെ മുടക്കിയിട്ടില്ല. ഇപ്പോൾ കാലത്ത് 5:30 പ്രാർത്ഥിക്കും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഇപ്പോൾ 6 മാസമായിട്ട് ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ കുറേശ്ശായിട്ട് ഇപ്പോൾ നല്ല, അതായത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എല്ലാം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും മനസ്സിലായത് വൈഫിൻ്റെ ഒരു പ്രാർത്ഥന കാരണം. ഇപ്പോൾ ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ടൂറിന് പോകുമ്പോൾ വൈഫിൻ്റെ ബാഗിൽ ഫുള്ള് ഒന്ന് ബൈബിള്, കൊന്ത, കൃപാസന മാതാവിൻ്റെ രൂപങ്ങൾ, ഇവിടുത്തെ പ്രാർത്ഥനകൾ. അവിടെ ചെന്നാലും ഇപ്പോൾ ഊട്ടിയിലാണെങ്കിലും മൂന്നാറാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ വൈഫിനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല, ആളവിടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും, അതായത് ഞങ്ങളെ താഴ്ചയിൽ കൊണ്ടുപോകാതെ തന്നെ എന്നെ ഇങ്ങോട്ട് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ ആദ്യം ഞാൻ അതായത് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ആൾക്കാർ ആരൊക്കെയാണ്, അർഹതപ്പെട്ടതാണോ ഇതൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ അവിടെ ആഫ്രിക്കയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഫ്രഞ്ച് പേപ്പർ കൊണ്ടുപോയി അവിടെ വിതരണം ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ശനി ഞായറും ഇടയ്ക്ക് മാത്രം വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ വണ്ടി എടുത്ത് പോയിട്ട് ഫുള്ള് അവിടെയുള്ള എല്ലാ പാവപ്പെട്ട, അതായത് റോട്ടിലുള്ള മാനസികമായിട്ടുള്ള കുഴപ്പമുള്ള ആൾക്കാർക്കും അതുപോലെ എല്ലാവർക്കും പൈസയായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും, ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കും. എനിക്കിതുവരെ ഇപ്പം മാതാവ് സ്വപ്നത്തിൽ വരെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദർശനം ഉണ്ടാവും ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഈ പാവപ്പെട്ടവർക്ക് ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരിൽ ഞാൻ മാതാവിൻ്റെ മുഖവും യേശുവിൻ്റെ മുഖമൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല യേശുവിൻ്റെ കൂടുതൽ അടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി വൈഫിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ് ഹസ്ബൻഡ് പങ്കുവച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇത്ര നാളും പ്രാർത്ഥിച്ചതിന് ഞങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് പറയാം. ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ആരും എനിക്ക് കൂട്ടില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് എന്നെക്കാളും മുന്നോട്ട് വന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ മക്കൾക്കും പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ മകളും വന്ന് ഉടമ്പടി എടുത്തു, ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ മകന് ദുബായിൽ ജോലിക്ക് പോയി. പക്ഷേ വീട് വിട്ട് നിൽക്കണ കാരണം അവന് ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴും കംപ്ലൈൻറ്റുകളും വിഷമങ്ങളുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മകനിലും മാറ്റം വന്നു. അവൻ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാനും തുടങ്ങി. പിന്നെ കുറേ ഞങ്ങളുടെ ചെറിയ രോഗങ്ങൾ, ഇപ്പോൾ ഒരു പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ബ്രസ്റ്റിലൊരു സ്വെല്ലിങ്, പിന്നെ മകൾക്ക് തലയിലൊരു ചെറുതായിട്ട് സ്വെല്ലിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്രത്യക്ഷമായിട്ട് പോയി കാണാം നമുക്ക്. പിന്നെ ഞാൻ ചേട്ടൻ്റെ മകളുടെ ഒരു മാരേജ് പ്രപ്പോസൽ നന്നായിട്ട് നടക്കാൻ വേണ്ടി ഇവിടെ നിയോഗം വെച്ചിരുന്നു. പിന്നെ ഒരു ചേട്ടൻ്റെ മകൾക്ക് ഇപ്പോൾ കാറൊക്കെ ഓടിക്കാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു, അതിനും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സാധിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാലും തീരില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ രോഗങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആഫ്രിക്കയിൽ നിൽക്കുമ്പോൾ. ഇനിയിപ്പോൾ എങ്ങനെ വരാമോ, അവിടെ അത്ര സൗകര്യങ്ങളില്ല, നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിട്ട് തൈലം വെച്ച്, മകനും വിദേശത്താണല്ലോ, അപ്പോൾ ഹസ്ബൻഡിൻ്റെയും മകളുടെ എല്ലാവരും ഫോട്ടോ വെച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പാലിയേറ്റീവ് കെയറിൽ, അനാഥശാലയിൽ ഒക്കെ പോവായിരുന്നു. പിന്നെ കൃപാസനം പത്രം ഇവിടെ നിന്ന് 100-200 എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതിൽ, ഞാൻ ബസ്സിനാണ് അവിടെ നിന്ന് വരാറ്. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയ്ക്കും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ പള്ളികളിലും
പോണ വഴി ഇവിടെ ഓട്ടോറിക്ഷ, ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെ തൊട്ട് എല്ലായിടത്തും ഞാൻ കൊടുക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാറ്. ആരും ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതുവരെ മുടങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. 2022 ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തത്. അതിനു മുന്നേ 2019 ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ, 2020 ഓൺലൈൻ ഉടമ്പടി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം മുതൽ പേപ്പർ വാങ്ങി കൊടുക്കായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചേറെ വർഷങ്ങൾ കഴിഞ്ഞു. 20 വർഷത്തിലേറെയായി കുടുംബ പ്രാർത്ഥന അതായത് തൻ്റെ ജീവിതത്തിലില്ല. അതാണ് സ്റ്റീഫൻ എന്ന ഈ മകൻ ഇവിടെ തൻ്റെ സാക്ഷ്യം വയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ പറയുന്നത്. നാം കേട്ട തിരുവചനം പോലെ ദൈവം യോജിപ്പിച്ചതാണ് അത്. അതായത് ഈ മകൻ തന്നെ പറഞ്ഞു, ജസ്റ്റ് എൻ്റെ ഓപ്പോസിറ്റ്, അതായത് എനിക്ക് പ്രാർത്ഥനയില്ല, എൻ്റെ വൈഫാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയും. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന മൂലം ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നു. എന്നെ താഴ്ചകളിലേക്ക് കൊണ്ടുപോകാതെ ദൈവം എന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ കുടുംബത്തിൽ എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന എന്നെ ഇവിടെ എത്തിച്ചു. ഇന്ന് 6 മാസമായി ഞാൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നു. ഈ മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനിടയായി. ഒരിക്കൽ പോലും തൻ്റെ വൈഫ് തന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല എന്നാണ് ഈ മകൻ പറയുക. എന്നാൽ ഇന്ന് വാഗ്ദാന പേടകമായ അമ്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥന. അമ്മ വാഗ്ദാന പേടകമാകുന്നത് ലൂക്ക 1:35 അനുസരിച്ച് വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരമ്മയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല പ്രതലമുണ്ടെങ്കിൽ, അതായത് കൃപ സ്വീകരിക്കുവാനുള്ള ഒരു വളക്കൂറുള്ള മണ്ണ് നമ്മിൽ എല്ലാവരിലും തന്നെയുണ്ട്. എന്നാൽ അത് നാം തന്നെ ബോധ്യപ്പെട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുവരുവാനുള്ള സ്വാതന്ത്ര്യവും ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത്. ദൈവം ആരെയും നിർബന്ധിച്ച് ആരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് കയറി വരില്ല. അതുകൊണ്ടാണ് ഹൃദയവാതിലിൽ മുട്ടുന്ന കർത്താവിൻ്റെ ചിത്രമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ മകളിലൂടെ എങ്ങനെയാണ് ഈ ഹസ്ബൻഡ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് നിൽക്കുവാനും യാതൊരു സങ്കോചവും കൂടാതെ താൻ ആരായിരുന്നു എന്ന് പറയുവാനുമൊക്കെ കഴിയുമ്പോൾ തീർച്ചയായും ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് ഡീപ്രമോഷൻ്റെയും കൂടി ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആരാണെന്ന് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുവാൻ നമുക്ക് പറ്റുമ്പോൾ തീർച്ചയായും അവിടെ നമ്മുടെ ഒരു ഭാവം, ഞാൻ എന്തോ ആണ് എന്നുള്ള ആ ഒരു ഭാവത്തെ നാം അഴിച്ചു വയ്ക്കുകയാണ്. ഈ ഒരു അഴിച്ചു വയ്ക്കലാണ് തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ കൃപ തരുവാനുള്ള കൃപാപാത്രങ്ങളായി നമ്മെ മാറ്റുക. അങ്ങനെ തനിക്കിന്ന് തൻ്റെ കുടുംബത്തിൽ കൂടുതൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകുവാൻ പറ്റുന്നു. അതെല്ലാം ഉടമ്പടി എടുക്കുവാനുമൊക്കെ തനിക്ക് സാധിച്ചു. അതെല്ലാം തൻ്റെ ജീവിതത്തിൽ നടന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണെന്നും, അതുപോലെ ഇന്ന് ഈ മകൾ വീണ്ടും ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ തൻ്റെ മകളും വന്ന് ഉടമ്പടി എടുത്തു. തൻ്റെ മകന് കൂടുതൽ വിശ്വാസമായി.
അപ്പോൾ നാം നോക്കുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരാളിൽ തുടങ്ങുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നീട് അത് എങ്ങനെയാണ് കുടുംബം ഒന്നാകെ ഒരുമിച്ച് ഒരേ കുടക്കീഴിലേക്ക് വരിക. അതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപയിലാണ് നാം ഓരോരുത്തരും ആശ്രയിച്ച് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ തടസ്സങ്ങളൊക്കെ നമുക്ക് തടസ്സങ്ങളല്ലാതായി മാറും. ലഭിക്കുന്നതൊക്കെ കൃപകളായിട്ട് എണ്ണി പറയുവാനേ നമുക്ക് പിന്നീട് സമയമുണ്ടാവുകയുള്ളൂ. അങ്ങനെ അത്യുന്നതൻ്റെ ശക്തി ആവസിച്ച് നമുക്ക് കൃപാപാത്രങ്ങളായി മാറാം. അതുപോലെ ഈ മകളുടെ സൗഖ്യത്തിൻ്റെ കാര്യവും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പിന്നീട് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഇതൊന്നും ചെയ്യാത്ത വ്യക്തി ആയിരുന്നില്ല എന്ന് ഈ മകൻ തന്നെ പറഞ്ഞു. എന്നാൽ ഇന്ന് വളരെയേറെ ബോധ്യത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ, അതുപോലെ കൃപാസന പത്രം സൗത്ത് ആഫ്രിക്കയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുവാൻ ഈ മകന് ലഭിക്കുന്ന ആ ഒരു ബോധ്യങ്ങൾ അതിനൊക്കെ കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലമാണ്. തീർച്ചയായും ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ദിവ്യ. ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ച് 1-ാം തീയതിയാണ്. എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2022 വെച്ചിട്ട് എനിക്ക് സിവിയർ ലോവർ അബ്ഡോമൻ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തപ്പം അവർ നോക്കിയിട്ട് പറഞ്ഞു ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, അത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം. അത്രയ്ക്ക് സിവിയർ പെയിൻ ആയിരുന്നു എനിക്ക്. അപ്പം ഞങ്ങളങ്ങനെ കൊറോണ കൂടിയ സമയമായതുകൊണ്ടും നാട്ടിലോട്ട് നമുക്ക് വരാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ അവിടെ സർജറി ചെയ്തു. അങ്ങനെ സർജറി ചെയ്തപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത് എനിക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പം ആ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഗ്നൻസി നോക്കണം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും, കുറച്ച് താമസം ഉണ്ടാവും. അങ്ങനെയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ ജോലി നിർത്തി നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നാട്ടിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കണ്ടു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സിസ്റ്റെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്, വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നിടത്ത് പോയി. ഞങ്ങൾക്കൊരു 6 മാസമായപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഒരു 1.5 മാസമായപ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അത് അബോർഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ രണ്ടാമത്തെ പിന്നെ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ടൊരു 3 മാസം കഴിയുമ്പം നോക്കാം, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് രണ്ടാമതും പ്രഗ്നൻ്റായി. അങ്ങനെ ആ പ്രഗ്നൻസി 2 മാസത്തോളേ പോയുള്ളൂ. അതും കൊച്ചിന് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 മാസമായപ്പോൾ ഒരു ബ്ലീഡിങ് വന്നു. അങ്ങനെ അതും അബോർഷനായിപ്പോയി. അപ്പം ഡോക്ടേഴ്സിനോട് ചോദിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഒരു അസുഖത്തിന് ചിലപ്പം നമ്മുടെ ബോഡി തന്നെ കുട്ടീനെ ചിലപ്പോൾ റിസീവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് മെഡിക്കൽ സയൻസിൽ വിശ്വാസമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുങ്ങളാവുന്നുണ്ട്, ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, അങ്ങനെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ രണ്ടാമത് അബോർഷൻ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡോക്ടേഴ്സിനേക്കാളും ഉപരി നമുക്ക് മാനസികമായിട്ട് നമ്മൾ ചെയ്യുന്നതിലും പകരമായിട്ട് മനുഷ്യന് ചെയ്യുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിലിരുന്നപ്പോഴാണ് 2020 എന്നോട് ഒരു ചേച്ചി ഈ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് അറിയാവുന്ന ഒരു ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി തൈല അടിവയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ചേച്ചിക്ക് ഒത്തിരി മെഡിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞാനപ്പം ആ ചേച്ചീനെ 2022 ആയപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ദിവ്യ അന്ന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, എത്ര വലിയ പ്രശ്നമാണേലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ എല്ലാം ഒത്തിരി പേര് അവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2022 ഇവിടെ വന്നു. മാർച്ച് 1-ാം തീയതി വന്നു, ഉടമ്പടി എടുത്ത് വളരെ വിഷമത്തിലാണ് ഇവിടെ വന്നത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം, എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം, എന്തോ പ്രതീക്ഷ വന്നു. ഈ ഒരു വിഷമത്തിൽ നിന്നൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ഒരു സന്തോഷമാണ്. എന്താണെന്നറിയില്ല. ഉടമ്പടി എടുത്ത ദിവസം തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു പരിശുദ്ധ അമ്മ കൂടെ വരും, 3 മാസം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജപമാലയൊന്നും ചെല്ലാൻ അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് നന്നായിട്ട് മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു, എന്നെ പ്രാർത്ഥന പഠിപ്പിക്കണം മാതാവേ, ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കാൻ എനിക്ക് ശക്തി തരണം, അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു.
തമ്പുരാൻ്റെ ഹിതം പോലെ പെട്ടെന്ന് ജപമാലയെല്ലാം പഠിച്ചു. ഓരോ കാര്യങ്ങളും നന്നായിട്ട് ഉടമ്പടി നന്നായിട്ട് പാലിക്കാൻ പറ്റി. അങ്ങനെ ഒന്നാമത്തെ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തല്ലായിരുന്നു നിന്നത്, ചേട്ടൻ ജോലി സ്ഥലത്തായിരുന്നു. ചേട്ടൻ നാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ നോക്കി. പക്ഷേ ആദ്യത്തെ 3 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഉടമ്പടിയിൽ ഇനി എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അങ്ങനെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാലും പ്രഗ്നൻ്റ് ആയില്ല. പക്ഷേ അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച് ആദ്യത്തെ ഒരു കാര്യം മാതാവ് നമുക്ക് നടത്തി തന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ എപ്പോഴും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വേണം പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു. രണ്ടാമത്തെ 3 മാസ കാലയളവ് കഴിഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നപ്പോൾ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ ഇനി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുറവുകൾ, നമ്മൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്തണമേ മാതാവേ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ നന്നായിട്ട്, അതായത് നമ്മുടെ ഉടമ്പടിയിലെടുക്കുന്ന നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. ഉടമ്പടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല എന്ന് എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും. അതുകൊണ്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്കെല്ലാം ഒത്തിരി പേർക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയെ ഞാൻ ഈ പത്രം കൊടുക്കാൻ പോവുകയാണ്, കൊടുക്കുന്നവർക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പം അവിടെയുള്ള രോഗികളോടൊക്കെ, ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം അറിയുകയും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിൽ ഓരോ കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒത്തിരി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 മാസം രണ്ടാമത്തെ ഉടമ്പടി പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നും ഉടമ്പടി തൈലം ഞാൻ അടിവയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയിൽ വെള്ളക്കൂടുതലായ പോളിഹൈഡ്രോമിനിയാസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് സിവിയർ ആയിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലവും പരിശുദ്ധ മാതാവും കൂടെ ഉള്ളിടത്തോളം എനിക്ക് യാതൊരു അപകടം എൻ്റെ കുഞ്ഞിന് വരില്ല എന്ന് പരിപൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് എന്നും മുട്ടുകുത്താതിരിക്കാൻ പറ്റുന്നു ആ അവസരം വരെ, ആ സമയം വരെ ഞാൻ മുട്ടുകുത്താതെ, അപ്പം വരെ ഞാൻ മുട്ടുകുത്തിയെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയാം മുട്ടുകുത്തു എൻ്റെ വയറ് മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് കൊച്ചിനെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രഗ്നൻസിയിൽ അങ്ങനെ 1 വർഷം കഴിഞ്ഞ് കുഞ്ഞായി. അവൾക്ക് യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഞാനൊരു ഡയബറ്റിക് മദർ ആയതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഡയബറ്റിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു മോളെ നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ 1000 നന്ദി. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യമായിരുന്നു, എൻ്റെ അമ്മ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീട് വെക്കാനായിട്ട്. 7 വർഷമായിട്ട് അമ്മ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വീട് വെക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശിമാല എല്ലാം കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്തെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് പരിപൂർണമായിട്ട് വിശ്വസിച്ച് ഉടമ്പടിയിൽ കിട്ടിയ ഉപ്പെടുത്ത് ആ 4 അതിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കാശുരൂപം എടുത്ത് ആ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്കൊരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കണം. അങ്ങനെ ഭവനം നൽകി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടിയിലൂടെ അത് സാധിച്ചു. ചെറിയൊരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യലി സപ്പോർട്ടൊന്നും ഇല്ല. പക്ഷേ നല്ലൊരു അതിമനോഹരമായ ഭവനം തന്നെ മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 3ാമത്തെ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്, എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ജമ്മു കാശ്മീരിലായിരുന്നു. അതൊരു അത്യാവശ്യം യുദ്ധമേഖല അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം അതായിരുന്നു. ഇപ്പം എൻ്റെ ചേട്ടൻ 2 വർഷം അവിടെ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ചേട്ടന് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ കൊന്തമാലയും ചേട്ടനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടനൊക്കെ രാത്രി നൈറ്റൊക്കെ പരേഡിനൊക്കെ പോകുമ്പോഴൊക്കെ ഇത് മുറുകെ പിടിച്ചിട്ടാണ് പോയിരുന്നത്. ചേട്ടൻ അവിടെ പരേഡ് നൈറ്റിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ചേട്ടനെയും അതുപോലെ ജോലിയിലുള്ള മറ്റെല്ലാ
പട്ടാളക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2 വർഷം യാതൊരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മ കാത്തു പരിപാലിച്ചു. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സമാധാനം നൽകി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാനൊരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. ആ 2 മണിക്കൂർ ഞാൻ മുട്ടയിൽ നിന്നുകൊണ്ടാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നെല്ലാം അച്ഛൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരുമായിരുന്നു. ആ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കും. എനിക്ക് ഒത്തിരി വചനങ്ങൾ അതിലൂടെ പഠിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാ ആഴ്ചയും നമുക്ക് മനസ്സിൽ വിഷമോ ചിലപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച എന്തെങ്കിലും മനസ്സിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ധ്യാനം കൂടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എല്ലാം കിട്ടി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായാലും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി കാഴ്ചവസ്തുക്കൾ എല്ലാത്തിനും അതിൻ്റേതായ അത്ഭുതങ്ങളുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻസി തുടക്കം തൊട്ട് അവസാനം വരെ അതെല്ലാം മെയിനായിട്ട് ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സ്കാനൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്തൊന്നും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടാറില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കുരിശ് വരച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുമായിരുന്നു. ഇത്രയും അനുഗ്രഹം നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:9 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും, അന്ന് സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പ്രാപിക്കുവാൻ നാം പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒത്തിരിയേറെ വർഷങ്ങൾ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചവർ ഇങ്ങനെയൊന്നുമില്ല. ഇത് ഈശോ വാഗ്ദാനം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് ഇന്ന് കർത്താവിൻ്റെ അടുത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഏത് മക്കൾക്കാണെങ്കിലും അവർ ഏത് കുലമോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ലാതെ ദൈവം ഇന്നും ആ അനുഗ്രഹങ്ങൾ ആ വാഗ്ദാനം തുടർന്നു കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത്. 4 വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഈ മകള് മെഡിക്കൽ ഫീൽഡിൽ, അതായത് നേഴ്സാണ്. അപ്പോൾ താനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഇതൊക്കെ മെഡിക്കൽ ഫീൽഡിലൂടെ കഴിയും. തനിക്ക് ചികിത്സ എടുത്തോ അല്ലെങ്കിൽ മറ്റേത് അങ്ങനെയുള്ള രീതിയിൽ തന്നെ തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കും. ആ ഒരു വിശ്വാസമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ മകൾ തന്നെ ഇവിടെ പങ്കുവെച്ച കാര്യമാണ്. എന്നാൽ തനിക്ക് 2 അബോർഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ മനസ്സിലായി ഇനി ഇത് തങ്ങളുടെ പിടിയിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന്. അങ്ങനെ ഉടമ്പടിയിലേക്ക് വരികയും പിന്നീട് ഈ മകളിവിടെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുവാൻ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സാധിച്ചത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. അതായത് കൃപാസന പത്രം അത് പ്രാർത്ഥിച്ച് ഇത് ആർക്ക് കിട്ടണമോ അവർക്ക് മാത്രമേ ഇത് അവരുടെ കയ്യിൽ മാത്രമേ ഇത് എത്തിപ്പെടാവുള്ളൂ. ആ ഒരു ഉദ്ദേശത്തോടെ മാത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന പോലെ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഈ മകൾക്കുണ്ടായിരുന്നത്. ഇങ്ങനെ സാക്ഷ്യങ്ങളിലൂടെ പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കൃപാസന പത്രം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പ്രത്യേകമായിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെയൊക്കെ തന്നെ കൊടുക്കുന്ന ഒരു പിടി സാക്ഷ്യങ്ങൾ നമുക്കിവിടെയുണ്ട്. അപ്പോൾ ഈ മകളും അങ്ങനെ തന്നെ ചെയ്തു. തനിക്ക് ആരും തന്നിൽ നിന്ന് കൃപാസന പത്രം വാങ്ങിക്കാതിരുന്നിട്ടില്ല. തനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തനിക്കുണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് കൃപാസന പത്രം കൊടുക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത് അതിലൂടെ തനിക്ക് എങ്ങനെയാണ് തൻ്റെ തടസ്സങ്ങൾ മാറിയത്, തനിക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനും പിന്നീട് അപ്പോൾ ഹൈ ഷുഗറൊക്കെ ഉണ്ടായിരുന്ന മകൾ ഉള്ളത് കൊണ്ട് അതിന് കോംപ്ലിക്കേഷൻസ് പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊന്നും
കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാതെ തന്നെ ഈ മകൾക്ക് ഈ ദമ്പതികൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്തു. ആ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. അതിനുശേഷം വീണ്ടും താൻ ഉടമ്പടി പുതുക്കി നിൽക്കുന്നതും, അതുപോലെ ഇതൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയുമൊക്കെ തനിക്ക് നൽകുന്ന ഒരു ജീവിതമായിട്ടാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുക. താൻ ഉടമ്പടി എടുത്തു. തൻ്റെ ഹസ്ബൻഡ് അപകടകരമായ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന മകനാണ്. അപ്പോൾ സൈനിക സേവനം ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ ആ വ്യക്തിയെ തന്നെ അമ്മ പൊതിഞ്ഞു പിടിക്കുന്ന ഒരനുഭവം ഈ മകൾക്ക്, അതായത് തൻ്റെ ഹസ്ബൻഡ് അപകട മേഖലകളിലാണ് ഇന്ന് പോകേണ്ടതെന്ന് ഈ മകൾ അറിയുന്ന ഓരോ ഇന്നുകളിലും ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ സംരക്ഷണമാണ് ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും നാം ഉടമ്പടി എടുക്കുന്നത് നാം ഒരാളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നാം ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ അടുത്തേക്ക് താൻ കൂടെയുണ്ടാകുമെന്നുള്ള ആ വാഗ്ദാനവുമായിട്ട് കടന്നു വരുന്ന ഈശോയെയും അതുപോലെ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഒക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. തങ്ങൾക്ക് ഒരു ഭവനം, ഈ മകളുടെ സ്വന്തം വീടിനെക്കുറിച്ചാണ് പറയുക. അവിടെ ഒരു ഭവനമില്ലായിരുന്നു. 7 വർഷത്തിലേറെയായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു, എന്നാൽ നടക്കുന്നില്ല. ഉടമ്പടിയിലൂടെ അതിനും ഒക്കെ ഇവർക്ക് പൈസ ഉള്ളപ്പോൾ പോലും പണിയാൻ സാധിക്കുന്നില്ല എന്നാണ് കേട്ടത്. എന്നാൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ അവിടെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നല്ല ഒരു ഭവനം തന്നെ തങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഏതൊരു അവസ്ഥയിലും ഉടമ്പടി ഇപ്പോഴെങ്ങനെ തങ്ങളെ സഹായിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിന് ജപമാലയും കാശുരൂപവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ മകൻ ഒത്തിരി ധൈര്യം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ്. താൻ വളരെ സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ധൈര്യം കിട്ടുന്ന ഓരോ സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി ഈ മകള് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുമ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ എന്തിനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് തൻ്റെ പ്രഗ്നൻസിയിലുമൊക്കെ തനിക്ക് എങ്ങനെയാണ് സഹായകരമായത്. അങ്ങനെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ ജപമാല തനിക്ക് അറിയില്ലായിരുന്നു. താനത് പഠിച്ചു. അതുപോലെ ബൈബിൾ വായിക്കുവാനും അത് ഹൃദിസ്ഥമാക്കുവാനുമൊക്കെയുള്ള കൃപ തങ്ങൾക്ക് ലഭിച്ചു. എല്ലാറ്റിനും നമുക്ക് വേണ്ടത് നമ്മെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ മുമ്പിൽ നിർത്തുകയാണ്. അതായത് ഏത് വിധേനയും ഉടമ്പടി ജീവിക്കാമെന്നല്ല ആ ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഈ മകൾ തന്നെ പറഞ്ഞു, ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ലല്ലോ, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ടല്ലോ എന്ന്. അത് അക്ഷരപ്രതി ഈ മകളുടെ ഹൃദയത്തിലേക്ക് ഈ മകൾ എടുക്കുകയാണ്. ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ തനിക്ക് കിട്ടുന്ന ആശ്വാസം അതെല്ലാം എഴുതി വെക്കുന്നു. അതിനൊക്കെ ഒരു എഫേർട്ടാണത് നമ്മുടെ ഭാഗത്ത് നിന്ന്. നമുക്ക് എങ്ങനെയും ഉടമ്പടി ധ്യാനം കൂടാം, അത് പല ജോലികൾ ചെയ്ത് കൂടാം. എന്നാൽ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ആ പറയുന്ന ഓരോ ബൈബിൾ വാക്യങ്ങളും അതുപോലെ നമുക്ക് ഇൻസ്പിരേഷനായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ നാം എഴുതി അതിനു വേണ്ടിയുള്ള സമയമെടുത്ത് അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന പോലെ, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ പോലെ നമ്മുടെ വീട്ടിൽ നാം അതിൽ സംബന്ധിക്കുമ്പോൾ അതും നമ്മുടെ ഭാഗത്ത് നിന്ന് നാം എടുക്കുന്ന ഒരു എഫേർട്ട് തന്നെയാണ്. ഇതെല്ലാം കാണുന്ന കർത്താവ് തീർച്ചയായും ആ കുടുംബത്തെയും ആ മക്കളെയും അതാരായിരുന്നാലും ഈശോ അനുഗ്രഹിക്കും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ മകളിപ്പോൾ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജോഷിബ, എൻ്റെ ഭർത്താവ് ജോഷി. ഞങ്ങൾ മഞ്ഞുമലിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷത്തോളമായി ശക്തമായ വയറുവേദനയും ഓവർ ബ്ലീഡിങ്ങുമായിരുന്നു. ഈ മെയ് 7-ന് എനിക്ക് അമിതമായ നിർത്താതെയുള്ള രക്തസ്രാവം ഉണ്ടാകുകയും ഞാൻ ഹോസ്പിറ്റലിൽ വാഷ്റൂമിൽ അബോധാവസ്ഥയിലായി വീഴുകയും ചെയ്തു. എന്നെ എമർജൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഡോക്ടർമാർ സ്കാനിങ്ങും ബയോപ്സിയും നടത്തിയതിൽ എനിക്ക് യൂട്രസിനേക്കാൾ വലിപ്പമുള്ള ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ക്യാൻസറാകാൻ ഭാവിയിൽ സാധ്യതയുള്ള കോശങ്ങൾ ഉള്ളതിനാൽ സർജറിയാണ് ചെയ്യുകയാണ് നല്ലതെന്നും പറഞ്ഞു. എൻ്റെ സർജറി അതനുസരിച്ച് ജൂൺ 4-ന് നടന്നു. സർജറിയിൽ എൻ്റെ ഗർഭാശയവും ഓവറിയും നീക്കം ചെയ്തു. എന്നാൽ പിന്നീട് നടത്തിയ ബയോപ്സിയിൽ എനിക്ക് എൻഡോമെട്രിയൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതനുസരിച്ച് ഉടനെ തന്നെ MRI ചെയ്യുവാനും
ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്നെ റെഫർ ചെയ്തു. ഈ വിഷമഘട്ടത്തിൽ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൃപാസന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ വിശുദ്ധ തൈലം എല്ലാ ദിവസവും പൂശുകയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും ഞാനും ജീവിത പങ്കാളിയും സജീവമായി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഇവിടെ നിന്നുള്ള കൃപാസനം പത്രം വിതരണം ചെയ്യുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ റെഫർ ചെയ്തതനുസരിച്ച് എൻ്റെ മോളിക്കുലാർ ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് 15 ദിവസത്തിന് ശേഷം ഈ ജൂൺ 17 വന്നു. ഈ ജൂൺ 17 റിസൾട്ട് കണ്ട ഡോക്ടർമാർ പറഞ്ഞത്, നേരത്തെ ഒരു സർജറി ചെയ്തതിനാൽ ഉടനെ തന്നെ വീണ്ടും സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ തന്നെ ഇനി സർജറിയോ കീമോയോ മരുന്നോ ഒന്നും ആവശ്യമില്ലെന്നും മതിയായ ഫോളോ അപ്പുകൾ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞു. ഇത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സർജറിയുടെ സമയത്ത് എനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ഗർഭാശയവും ഓവറിയും മാത്രമേ നീക്കം ചെയ്തുള്ളൂ. അതിൻ്റെ കഴലുകൾ അവിടെ ഉള്ളതിനാൽ എനിക്ക് വീണ്ടും സർജറി വേണ്ടിവരുമെന്നും റേഡിയേഷനോ കീമോതെറാപ്പിയും എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഒന്നും കൂടാതെ, മരുന്നോ ഒന്നും കൂടാതെ എനിക്ക് സുഖപ്പെട്ടിരിക്കുന്നത്. ഇത് മാതാവിൻ്റെ തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഒന്നു മാത്രമാണ്. ലൂക്ക 12:8 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈശോയുടെ തിരുവചനങ്ങളാണ്. തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യം എത്ര നാളായി ഉടമ്പടി എടുത്തിട്ട്? ജൂലൈ 6 എൻ്റെ ഭർത്താവ് ഇവിടെ ഉടമ്പടി എടുത്തത്. ജൂലൈ 17 എനിക്ക് രോഗസൗഖ്യം പൂർണ്ണമായി അനുഭവിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് മാതാവ് എൻ്റെ കുടുംബത്തിൽ എന്നിലൂടെ ഈ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത്. ജൂലൈ 6 ഉടമ്പടി എടുത്തു. അതായത് ഇങ്ങനെ അസ്വസ്ഥതകളിൽ വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. ആദ്യമേ ക്യാൻസർ ആണെന്ന് ഒന്നും ഡോക്ടേഴ്സ് പറഞ്ഞോ? ഇല്ല, ക്യാൻസർ ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം സർജറി നടന്നു. ക്യാൻസർ അല്ലാത്തത് കാരണം, വളരെ വ്യക്തമായിട്ട് ഈ മകൾ ഇവിടെ പറഞ്ഞതാണ്, ക്യാൻസർ അല്ലാത്തത് കാരണം ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തു. ഇനി വരരുത്, ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല, അപ്പോൾ ഇനി വരികയും ചെയ്യരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ആ യൂട്രസ് ബയോപ്സിക്ക് അയക്കുമ്പോഴാണ് പിന്നീട് അത് ക്യാൻസർ ആണ് എന്നുള്ളത് അറിയുക. അപ്പോഴാണ് പിന്നീട് തങ്ങൾ അവിടെ കുറച്ച്, അതായത് കഴലകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ആ കഴലകൾ നീക്കം ചെയ്തിട്ടില്ല. അതാണ് പിന്നീട് ഇവർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയത്. ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞു, വീണ്ടും ക്യാൻസർ അല്ല എന്നുള്ള തീരുമാനത്തിൽ സർജറി കഴിയുകയും ബയോപ്സി റിസൾട്ടിൽ ക്യാൻസർ ആണെന്ന് പറയുകയും തങ്ങൾക്ക് ഇനിയും ഒരു സർജറിക്ക് ഇനിയും വിധേയപ്പെടേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായവും എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ലേപനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിന്നീട് എത്ര പെട്ടെന്നാണ് ആ ഒരു അവസ്ഥ തന്നെ മാറുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് തങ്ങൾക്കിപ്പോൾ ക്യാൻസറേ ഇല്ല, ഇനി കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട, അങ്ങനെ അതെല്ലാം വേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ജസ്റ്റ് ഫോളോ അപ്പ് മാത്രം മതി, മെഡിസിനോ ഒന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കുടുംബം എത്തിയിരിക്കുക. അങ്ങനെ തങ്ങളുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അതാണ് നാം ഇവിടെ കൂടുതലായിട്ട് ഉടമ്പടിയിൽ ഇവിടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക.
നമ്മുടെ യോഗ്യതയുമല്ല, കർത്താവിൻ്റെ കൃപകളാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നു, വീണ്ടും ക്യാൻസർ ആണെന്നറിയുമ്പോൾ ആ ഒരു ക്യാൻസറിൻ്റെ അവസ്ഥ തന്നെ മാറ്റിക്കൊണ്ട് അമ്മ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു. സാധാരണ ജീവിതത്തിലേക്ക് ഈ മകൾ തിരിച്ചു വരുന്നു. തൻ്റെ ഡ്യൂട്ടിയൊക്കെ പഴയതുപോലെ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുടുംബത്തെ ഒന്നാകെ സമാധാനത്തിൽ നിർത്തുന്നതിന് ഈ ഉടമ്പടി ഇവരെ എങ്ങനെയാണ് ഇവർക്ക് ആശ്രയമായത്. അതായത് ഉടമ്പടി ആശ്രയമാകുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ആ ഒരു ജീവിതമാണ്. തങ്ങൾ ചെയ്ത കാര്യങ്ങൾ രോഗമാണ്, അസുഖമാണ്, എന്നാൽ അതൊന്നും ചെയ്യാതിരിക്കുന്നില്ല. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങളുമൊക്കെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരും സത്യസന്ധരുമാണെങ്കിൽ ദൈവം ഉടമ്പടി എടുക്കും എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ തന്നെ ഇവിടെ എത്രയോ പേരാണ് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ച നിമിഷത്തിലേ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു, അല്ലെങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി, അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരിയേറെ സാക്ഷ്യം ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കരങ്ങളടിച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. ദൈവത്തെ. പേര് ഷിജി, ഹസ്ബൻഡിൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2018 പക്ഷേ എനിക്ക് ആ ഉടമ്പടി തുടർന്ന് പോകാൻ പറ്റിയില്ല. 2023 ജനുവരിയിൽ. ഈ 2021 ഹസ്ബൻഡ് ജോലിക്ക് പോയപ്പോൾ, ആൾക്ക് മരപ്പണിയാണ്, ആൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2ാം നിലയുടെ മുകളിൽ നിന്നും ആൾ താഴേക്ക് വീണു. അങ്ങനെ നട്ടെല്ലിന് പൊട്ടുണ്ടാവുകയും തുടർന്ന് 4 മാസം ആൾ എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പിലായിരുന്നു. പിന്നെ അതിന് ശേഷം 1 വർഷത്തിന് ശേഷം ആൾ ജോലിക്ക് പോയപ്പോൾ ആൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആൾ ഓടിച്ച വണ്ടിയുടെ മുൻപിൽ പട്ടി വട്ടം ചാടുകയും അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആവുകയും ചെയ്തു. പക്ഷെ ഞങ്ങളിതൊന്നും അറിയുന്നില്ല. ആളെ കാണാതെ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് ഫോൺ എടുത്തപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പറയണത്. അപ്പോഴാണ് ഞങ്ങളത് അറിയണത്. അങ്ങനെ ഞാനും മോനും ഞങ്ങൾ ആളുടെ വീട്ടുകാരെയൊക്കെ അറിയിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ ഇയാളെ എനിക്കൊരിക്കലും തിരിച്ച് കിട്ടൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. അയാളാണ് നിൽക്കണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഞങ്ങൾ ആ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേക ശക്തിയും ധൈര്യമൊക്കെ അന്നേരം മാതാവ് തന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട കാഴ്ച, ഈ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് ഭയങ്കര വികൃതമായ രൂപത്തിലും, പിന്നെ ആൾക്ക് ഒട്ടും ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറവൂർ ഹോസ്പിറ്റലിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് കണ്ടവർ കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ നിന്ന് കോട്ടയം, എറണാകുളം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാണ് കോട്ടയത്തേക്ക് കൊണ്ടുപോയത്. കോട്ടയത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നി. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു വിഷമമായി. എന്നെ ഡോക്ടേഴ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സർജറി ചെയ്യേണ്ടി വരും, ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ട്, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ അവരൊരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസത്തെ സ്കാനിങ്ങിൽ ആണ്, തലേ ദിവസമാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത്, നാളെ ചെയ്തിട്ട് നോക്കട്ടെ, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അന്നും ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടും തലേ ദിവസം മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിന്നിട്ടുണ്ട്, സർജറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ആ അപകടത്തെ തുടർന്നിട്ട് ആൾക്ക് 4 മാസം ആൾക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൈ ഉയർത്താനൊന്നും പറ്റൂലായിരുന്നു. അത് ഈ നിലയുടെ മുകളിൽ നിന്ന് വീണപ്പോഴും ആൾക്ക് ഷോൾഡർ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ആക്സിഡൻറ്റ് വന്നപ്പോഴും അതേ ഷോൾഡർ തന്നെയാണ് വീണ്ടും പൊട്ടിയത്. പിന്നെ ഈ അപകടത്തിന് ശേഷം 2 കൈയൊന്നും ഉയർത്താൻ പറ്റൂലായിരുന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ആൾക്കിങ്ങനെ ഭക്ഷണമൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ഞാൻ വാരിക്കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ ചായയൊക്കെ ചില സമയത്ത് ഞാൻ കൊടുക്കുമ്പോൾ ആൾ 2 കൈ കൊണ്ടാണ് ചായ ഗ്ലാസ് പിടിക്കണത്. എന്താണെന്ന് വെച്ചാൽ
താഴെ വീഴും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ കൈക്ക് ബലം ഇല്ലാത്തത് കൊണ്ട് വിരലുകൾക്കൊക്കെ അങ്ങനെ. ഇതൊക്കെ ഞാൻ നേരിട്ടതാണ്. പക്ഷെ ആൾക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. ആ സമയത്തൊന്നും ആൾക്ക് അങ്ങനെ ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ ഒക്ടോബർ 18 ആൾക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. നവംബർ, ഡിസംബർ, ജനുവരിയിൽ 3 2023 ജനുവരി 3 ഞാനിവിടെ ആളെയും കൊണ്ട് ഞാൻ വന്നത്. ഞാൻ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ബസ്സിൽ കയറുമ്പോഴൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആളെ കൊണ്ടുവന്നത്. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് സ്പീഡിൽ നടക്കാനും പറ്റൂല, ഓർമ്മക്കുറവുണ്ട്. എന്നാലും ഞാൻ കൊണ്ടുവന്നു. ഏറ്റവും ബാക്കിലാണ് ആൾ സ്ഥിരം ഇരിക്കണം. ഞാനിപ്പോൾ ജനുവരി 2023 തുടങ്ങിയ സ്ഥിരം വരുന്നുണ്ട് ഇവിടെ. ആളെൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ബാക്കിലാണ് ആളിരിക്കണത്. അന്ന് 23 കൊണ്ടുവന്നിട്ട് ഞാനവിടെ ഏറ്റവും ബാക്കിൽ ഇരുത്തിയിട്ട് 2018 ഞാൻ എടുത്ത എൻ്റെ ഉടമ്പടി 5 വർഷത്തിന് ശേഷം ഞാനവിടെ പോയി പുതുക്കിയതിന് ശേഷം ഈ നേർച്ച വസ്തുക്കളും ഇതുകളൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് മുതൽ ഞാൻ ആളുടെ കൈക്ക്, ഞങ്ങൾക്ക് വേറെ ചികിത്സകളൊന്നും പിന്നെ ചെയ്യാൻ നിന്നില്ല. ഈ കൈക്ക് കുരിശ് വരയ്ക്കുകയും ഈ എണ്ണ പുരട്ടുകയും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും എല്ലാം ഞാൻ ചെയ്യും. ഈ ഉപ്പിട്ടിട്ട്, മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുകയും അങ്ങനെ എല്ലാ ഇതും. പിന്നെയുള്ള മരുന്നുകൾ അമ്മയുടെ ഉപ്പും ഈ തൈലവും മാത്രമാണ്. വേറെ ഞങ്ങൾ പിന്നെ കോട്ടയത്തേക്ക് പോയില്ല. ആ 1 മാസത്തിന് ശേഷം ആൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. കൈ ഉയർത്തി കാണിച്ചേ. 2 കൈയും ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഉയർത്താൻ പറ്റേണ്ട പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ പരിശുദ്ധ അമ്മയാണ് ഇയാളെ എനിക്ക് തിരിച്ചു തന്നത്. ഞാനൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല എനിക്ക് ജീവനോടെ തിരിച്ച് കിട്ടുമെന്ന്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ തന്നെ പറ്റണത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയണത്, ഞാൻ പ്രായമായ അമ്മമാരെ, കിടപ്പിലുള്ള 1-2 അമ്മമാരൊക്കെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ പത്രം വാങ്ങിച്ചിട്ട് ഞാൻ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വിശ്വാസി വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഒത്തിരിയേറെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ജോബിനെ അവതരിപ്പിക്കുന്നത്. വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജോബ് ഒത്തിരിയേറെ സഹനങ്ങളും ക്ലേശങ്ങളും തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ സഹനത്തിൻ്റെയും ക്ലേശങ്ങളുടെയും ഒക്കെ സാഹചര്യങ്ങളിൽ പലരും ജോബിനോട് പറയുന്നുണ്ട്, ദൈവത്തെ ദുഷിച്ചു പറഞ്ഞിട്ട് നിനക്ക് മരിച്ചുകൂടെ. ജോബ് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ജോബിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: ജോബ് സകല സമ്പത്തും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ജോബിൻ്റെ ജീവിതത്തിൽ ആദ്യമുണ്ടായിരുന്നെന്തോ അതിനേക്കാൾ ഇരട്ടിയായിട്ട് ജോബ് അനുഗ്രഹിക്കപ്പെട്ടു. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരു വ്യക്തി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. നമ്മളുടെ മുൻപിൽ സെബാസ്റ്റ്യൻ എന്ന സഹോദരിയും ഭാര്യയുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു, ആദ്യം ജോലിയെടുക്കുന്ന സ്ഥലത്ത് 2ാം നിലയിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു, സുഖപ്പെട്ടു വരുന്നു. ആ സമയത്ത് വീണ്ടും ഒരു വാഹനാപകടമുണ്ടാകുന്നു, വീണ്ടും ഓപ്പറേഷന് വിധേയനാകുന്നു. അതിനുശേഷവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും മുറുകെ പിടിച്ചത് ക്രിസ്തീയ വിശ്വാസമാണ്, പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസമാണ്. അങ്ങനെ ഈ സഹോദരങ്ങൾ ആദ്യം എടുത്ത ഉടമ്പടി പുതുക്കുവാനായിട്ട് 5 വർഷത്തിന് ശേഷം വീണ്ടും പരിശുദ്ധ അമ്മയുടെ ആലയത്തിലേക്ക് കടന്നു വരുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അത്ഭുതകരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ കാണുന്നത് ഈ സഹോദരങ്ങൾക്ക് വ്യക്തമാകുന്നു. ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു, മരുന്നോ ലേപനമോ അല്ല, മറിച്ച് ഇവിടുന്ന് ലഭിച്ച തൈലം ഉപയോഗിച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും കുരിശ് വരയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളുടെ മുൻപിൽ 2 കരങ്ങളും ഉയർത്തി കാണിക്കുവാനായിട്ട് ഈ സഹോദരന് സാധിച്ചു.
പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല. ഇത് സഭയുടെ പാരമ്പര്യമാണ്, ഈശോ സുവിശേഷങ്ങളിലൂടെ നമ്മളെ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമ്മുടെ രോഗാവസ്ഥകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കുടുംബത്തോടൊപ്പം ഈ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളുടെയും മേൽ നമുക്ക് നന്ദി സൂചകമായിട്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിൻസൺ ആൻ്റണി. ഞാൻ ഇത്താനം ചങ്ങനാശ്ശേരി ഇടവകയിലുള്ളതാണ്. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു നിമിഷം ഇവിടെ വരാനും സാക്ഷ്യം പറയാനും അനുഗ്രഹം തന്ന ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. കാരണം ഈ ഒരു സമയത്ത് ലീവ് ലഭിക്കേണ്ടതല്ല. ആദ്യമായി നഴ്സിംഗ് ഓഫീസറിൻ്റെ അടുത്ത് ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സമയം ലീവ് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഇടത് കയ്യിൽ കാശ് രൂപം വെച്ച് രണ്ടാമത് വീണ്ടും പോയി നഴ്സിംഗ് ഓഫീസറിൻ്റെ അടുത്ത് സംസാരിക്കുകയും ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ലീവ് തരികയും ചെയ്തു. ഒരു തടസ്സവും കൂടാതെ തന്നെ ലീവ് തരികയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസമാണ്. ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മമ്മി സ്ഥിരമായി ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആൾ, പ്രാർത്ഥിക്കുന്ന ആളുമാണ്. അപ്പം പലപ്പോഴും ഞാൻ മമ്മിയുടെ കൂടെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടും പിന്നെ ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുക്കാൻ കാര്യം, ഞാൻ OET എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ആദ്യത്തെ എക്സാം ഞാൻ പരാജയപ്പെട്ടു. രണ്ടാമത്തെ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് വന്നപ്പോൾ ഉടമ്പടി എടുക്കാനും മാതാവിനോട് പ്രാർത്ഥിക്കാനുമുള്ള തോന്നി. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു. എന്നിരുന്നാലും രണ്ടാമത്തെ എക്സാം റിസൾട്ട് വന്നപ്പോഴും ഞാൻ ഫെയിലായി. എങ്കിലും പ്രാർത്ഥനകളും അതിനോടനുബന്ധിച്ചുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും മുടക്കം വരുത്തിയില്ല. കുവൈറ്റിൽ തിരിച്ചു ചെന്നതിന് ശേഷം എനിക്ക് അവിടുത്തെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ പങ്കെടുക്കുവാനും അവിടുത്തെ പ്രാർത്ഥനകളിൽ സ്ഥിരമായി പങ്കെടുക്കുവാനും സാധിച്ചു. മാസത്തിൽ 1-2 പ്രാവശ്യം ഒക്കെ ജപമാല നടത്തുകയും 1000 ജപമാല മണിയുള്ള കൊന്ത വെച്ചിട്ട് പ്രാർത്ഥനകൾ അവിടെ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിൽ സ്ഥിരമായി പങ്കെടുക്കുവാനും ആ ഒരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിച്ചതിൽ മാതാവിന് 1000 നന്ദി പറയുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 2 പ്രാവശ്യം കൂടി എക്സാം എഴുതി. രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ ഞാൻ ഉപ്പ് അവിടുത്തെ എക്സാം സെൻറ്ററിൽ കൊണ്ട് വിതറുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനിയൊരു എക്സാം എഴുതാൻ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചു. ഒരു എക്സാം സെൻറ്ററിലാണ് എഴുതിയത്. അപ്പം ആ സെൻറ്ററിൻ്റെ തന്നെ അടുത്ത ഫ്ലോറിലാണ് വേറെ എക്സാം സെൻറ്റർ. അപ്പോൾ ആ എക്സാം സെൻറ്ററിലും പോയി ഞാൻ ഉപ്പിട്ടു. കാരണം ഒരു കാരണവശാലും അവിടെയും വരാൻ അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് അവിടെയും പോയി ഉപ്പ് വിതറി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ എക്സാമിന് വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് എൻ്റെ OET എക്സാം എല്ലാം ക്ലിയറായി. അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് CGFNS ക്ലിയർ ആകേണ്ടതുണ്ടായിരുന്നു. ആ സമയത്ത് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന് സമയത്ത് എനിക്കൊരു തടസ്സമുണ്ടായി. കുവൈറ്റിലെ മെഡിക്കൽ ഓഫീസിൽ നിന്നും എനിക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അവർ തന്നിരുന്നെങ്കിൽ പോലും CGFNS ഡിപ്പാർട്ട്മെൻറ്റ് ആ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് അവരും വ്യക്തമാക്കുന്നുണ്ടായിരുന്നില്ല. ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ മെഡിക്കൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിന് ക്ലിയർ ആക്കാൻ വേണ്ടി ഏകദേശം 1 മാസത്തോളം ദിവസവും പോകുമായിരുന്നു. പക്ഷേ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർ ലീവായിരുന്നത് കൊണ്ടും അതിൽ നിന്നും എനിക്കൊരു റിപ്ലൈ ചെയ്യാൻ കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴും അവരും പറയുന്നത് ഇങ്ങനെ ഒരു റിജക്ഷൻ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പോലും ഇങ്ങനൊരു റിജക്ഷൻ വരുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ളപ്പോൾ, എന്തെങ്കിലും പ്രാർത്ഥനകൾ നടക്കാനുള്ളപ്പോൾ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നവംബർ 15 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാനത് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. കാരണം ഡിസംബർ 3 എന്നൊരു ഡേറ്റിലായിരുന്നു പുതിയൊരു സ്കീമിലോട്ട് രജിസ്ട്രേഷൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് CGFNS ക്ലിയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഡേറ്റ് എഴുതിയത് വൈഫായിരുന്നു. വൈഫ് നവംബർ 30 എന്നുള്ള ഡേറ്റ് എഴുതി.
അപ്പം പിന്നീടാണ് ഞാനത് അറിഞ്ഞത്. നവംബർ 30 എന്നുള്ള ഡേറ്റ് എഴുതി. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്താ അങ്ങനെ എഴുതിയത്? അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ 3 മുമ്പ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഞങ്ങൾ അത് ചേഞ്ച് ചെയ്യാതെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നവംബർ 15 ആയപ്പോഴും ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടായില്ല. കൗൺസിൽ CGFNS-ൽ ഒരു ചേഞ്ചസും ഉണ്ടായില്ല. പക്ഷേ നവംബർ 30 രാത്രി എൻ്റെ CGFNS ക്ലിയർ ആവുകയും 1 മുമ്പ് തന്നെ കൗൺസിലിൽ രജിസ്ട്രേഷൻ ആവുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 3 മുമ്പുള്ള സ്കീമിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായി. അതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. കാരണം ഡേറ്റ് ഇട്ടത് മാറിപ്പോയതല്ല, അത് ശരിക്കും സംഭവിച്ചതാണ് എന്ന് അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ ഡെയിലി നേഴ്സിംഗ് മെഡിക്കൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമായിരുന്നു, ഓഫീസറെ കാണാൻ നോക്കുമായിരുന്നു. എങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ആ ഓഫീസറില്ലാത്തത് കൊണ്ട് കൂടുതലും നമ്മളെ അങ്ങോട്ട് ആൻസറുകളൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കഴിവ് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം അതിൽ നിന്നും എനിക്ക് വ്യക്തമായി. അതുപോലെ തന്നെ എൻ്റെ അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ചേച്ചിക്ക് വിസ അടിക്കുന്നൊരു സമയമായിരുന്നു ഓഗസ്റ്റ് സമയത്ത്. ആ ഒരു സമയത്ത് വിസ അടിക്കാൻ നേരത്തെ മെഡിക്കൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. മെഡിക്കൽ ചെയ്ത സമയത്ത് ചെസ്റ്റ് എക്സ്റേ ചെയ്തപ്പോൾ അതവർ റിജക്റ്റ് ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തു. ഞങ്ങൾ വെളിയിൽ പോയി കുറേ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തു. എങ്കിലും രണ്ടാമത് മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റിജക്റ്റ് ആവുകയാണെങ്കിൽ വിസ റിജക്റ്റ് ആവുകയും ചേച്ചിയെ നാട്ടിലോട്ട് പറഞ്ഞു വിടേണ്ടി വരികയും വേണ്ടി വരുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ സഹായത്തിന് ആളുകളില്ലെങ്കിൽ 2 പേരും ജോലി ഉണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയിലുമൊക്കെ ഞങ്ങൾ അവിടുത്തെ ഇൻ്റർസെഷൻ പ്രയറിലൊക്കെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് ഒരു ദിവസം ഞാനും ചേച്ചിയെയും കൊണ്ട് മെഡിക്കൽ ഓഫീസിൽ പോയി. ചേച്ചിയെ കാറിലിരുത്തിയിട്ട് ഞാൻ ഡയറക്റ്റ് ചെന്ന് ഡോക്ടറിനോട് സംസാരിച്ചു. ഡോക്ടർ അപ്പം തന്നെ പഴയ എക്സ്റേ ചെക്ക് ചെയ്തിട്ട് റിപ്പീറ്റ് എന്നുള്ള സാധനത്ത് അത് വെട്ടിയിട്ട് അപ്പം തന്നെ ക്ലിയർ ആക്കി തന്നു. അങ്ങനെ തന്നെ പിറ്റേ ദിവസം തന്നെ ചേച്ചിയുടെ വിസ അടിക്കാനും 1 വർഷം കൂടി റിന്യൂ ചെയ്ത് കിട്ടാനും സാധിച്ചു. അതൊരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത മാസം ചേച്ചി സിക്കായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി. ന്യൂമോണിയ ആയിട്ടായിരുന്നു അഡ്മിറ്റായത്. എങ്കിലും ആ സമയത്ത് ഓക്സിജൻ്റെയൊക്കെ ആവശ്യമുള്ളതിനാൽ ഡോക്ടർമാർ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലങ്സിൽ ഒരു മാസ് ഉണ്ടെന്നുള്ളൊരു ഡൗട്ട് വന്നു. അപ്പം വീണ്ടും ബയോപ്സി ബ്രോങ്കോസ്കോപ്പിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ, അകട്ട ജപമാല ഗ്രൂപ്പുകളിലും പ്രയർ റിക്വസ്റ്റ് ചെയ്യുകയും മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്രോങ്കോസ്കോപ്പി ചെയ്തു. റിസൾട്ട് വന്നു, എല്ലാം നെഗറ്റീവായി. ഒരു 2 കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയുടെ എല്ലാ അസുഖങ്ങളും മാറുകയും ചേച്ചി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ എനിക്ക് ഒരു വലിയൊരു ആക്സിഡൻറ്റ് അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അവിടെ വന്നിരുന്നൊരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിലുണ്ടതിനാൽ അച്ഛനെ നേരിട്ട് കാണുവാനും അച്ഛൻ്റെ കൂടെ സംസാരിക്കാനും ഒക്കെ ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹമുണ്ടായി. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ ഒരു ആക്സിഡൻറ്റുകൾ ഉണ്ടായത്. ആ ആക്സിഡൻറ്റിൽ നിന്നും ശക്തമായ, പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായത്. വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതിൽ നിന്നും ഒരു പോറൽ പോലും പറ്റാതെ എനിക്കും എൻ്റെ വാഹനത്തിനും ഒരു പോറൽ പോലും പറ്റാതെ മാതാവിൻ്റെ ശക്തമായിട്ടുള്ള അനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ സാധിച്ചതിൽ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ
2022 ഞാൻ നേഴ്സായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ 2022 ഡിസംബറിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ വാല്യൂ ഇച്ചിരി കൂടുതലായിട്ട് വന്നു. അപ്പം അത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടു, പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു, ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. പല ഡോക്ടർമാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞു തരുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ റീസൺ എന്നറിയാതെ വളരെയധികം ബുദ്ധിമുട്ടി. കുവൈറ്റിൽ ചെന്ന് ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് പറഞ്ഞു തരികയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ പ്രാർത്ഥനയാൽ കൂടുതലായിട്ട് അത് നോർമലിലേക്ക് എത്തിക്കാനും ഇപ്പം അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതിൽ ആയിരം നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നതായിരുന്നു ഫാമിലിയിലുള്ള സമാധാനത്തിനും സഹോദരങ്ങളുടെ സമാധാനത്തിനും ആരോഗ്യത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള ആരോഗ്യത്തിനും എല്ലാമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഇന്ന് വരെ എല്ലാം ആരോഗ്യത്തിനും എല്ലാം വളരെയധികം അനുഗ്രഹം തരികയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി നന്നായിട്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നതിന് മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം മേടിച്ചിട്ട് പോകാറുണ്ടായിരുന്നു. കൂടുതൽ ഉടമ്പടി പത്രം മേടിച്ചിട്ട് പോകാറുണ്ട്. അവിടെ ചെന്ന് പള്ളിയിലാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ കൂടുതലായിട്ട് അവിടെ ചെന്ന് പങ്കെടുക്കാൻ സാധിച്ചു. എല്ലാ മാസവും 2 അഖണ്ഡ ജപമാല വെച്ച് കൂടുകയും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ പ്രയറുകൾ എല്ലാ ദിവസവും 4 മണിക്ക് ഇൻ്റർസെക്ഷൻ പ്രയറുകൾ നടത്താറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും പറ്റുന്ന സമയങ്ങളിലൊക്കെ പങ്കെടുക്കാനും സാധിക്കാറുണ്ട്. അഖണ്ഡ ജപമാലയിലെല്ലാം പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിൽ വെളിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസും ഒരുപാട് സഹായം വേണ്ട പേഷ്യൻസ് വരാറുണ്ട്. അവരെയൊക്കെ കൂടുതലായിട്ട് സഹായിക്കാനും കെയർ ചെയ്യുമ്പം കൂടുതൽ സ്നേഹത്തോടു കൂടിയും കൂടുതൽ പരിചരണം കൊടുക്കുവാനുമുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് നടന്ന ഒരു അത്ഭുതമാണ്. കാരണം ഞങ്ങളുടെ വാർഡിൽ അഡ്മിറ്റായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ക്യാൻസറായിട്ടായിരുന്നു അഡ്മിറ്റായത്. അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞ് വലിയൊരു കോംപ്ലിക്കേഷനായി. ഒരു 4-5 പ്രാവശ്യം സർജറി പിന്നാലെ ചെയ്യേണ്ടി വന്നു. ICUവിൽ പല പ്രാവശ്യം അഡ്മിറ്റായി, ICUവിൽ നിന്നും ഡിസ്ചാർജായി വാർഡിൽ വന്നു. അതിനുശേഷം വാർഡിൽ ലോങ് ടേമായിട്ട് കിടക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ സർജിക്കൽ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വയറ് ഓപ്പണായിട്ട് ഇങ്ങനെ ബാഗ് എന്ന് പറയുന്നൊരു ബാഗുണ്ട്. ബാഗ് വെച്ച് കവർ ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ അഡ്മിറ്റായി കുറേ നാൾ കിടന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എസെക്കിയേൽ 37-ാം അധ്യായം ചൊല്ലിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് മിക്കപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. വാർഡിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് ഈ വാർഡിൽ നിന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ പേഷ്യൻ്റ് തന്നെ സ്വന്തമായിട്ട് അദ്ദേഹം മരിച്ചു പോകുന്ന ഉള്ള ചിന്തയോടുകൂടി തന്നെയാണ് കിടന്നത്. കാരണം കുറേ നാളുകളായിട്ട് ICUവിൽ അഡ്മിറ്റ് ആകുന്നു, അതിനുശേഷം സർജറി ചെയ്യുന്നു, അതിനുശേഷം വാർഡുകളിൽ വരുന്നു, അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻറ്റിനടുത്ത് ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം പനി വരുമായിരുന്നു. മിക്കപ്പോഴും ഞങ്ങൾക്ക് അസൈൻ ചെയ്യുന്ന കിട്ടുന്ന പേഷ്യൻ്റായിരുന്നു. പലപ്പോഴും പനി വരുമ്പോൾ നമ്മളടുത്ത് ചെല്ലുമ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയും, പനി വന്ന് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മാസക്കാലത്തോളം അതിൽ കൂടുതൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു. അദ്ദേഹത്തിന് പതുക്കെ പല പ്രാവശ്യം പനി വന്നെങ്കിലും അതെല്ലാം സുഖമായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും
പ്രാർത്ഥനകൾ കൊണ്ടും മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം 4 മാസത്തിന് ശേഷം ഒരു ജനുവരി മാസം അദ്ദേഹം നടന്ന് വാർഡിൽ നിന്നും പോയി. അദ്ദേഹത്തിന് ഒരു കൊളോസ്റ്റമി ബാഗ്, ഒരു ചെറിയ ബാഗ് മാത്രമേ വയറ്റിലുണ്ടായിരുന്നുള്ളൂ. ആ ബാഗ് വെച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വീട്ടിൽ പോയി. അതിനുശേഷം തിരിച്ചു വന്നു. ഇടയ്ക്ക് ബാഗ് ചേഞ്ച് ചെയ്യാൻ വരാറുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നന്ദി പറയാറുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞാൻ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ജിൻസൺ ആൻ്റണി എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഉടമ്പടി എടുക്കുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു. ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും പോരായ്മകളും ഇരട്ടിയായിട്ട് കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ സമയമാണ്. ഈ പരീക്ഷണ സമയത്ത് എങ്ങനെയാണോ നമ്മളുടെ വിശ്വാസം നമ്മൾ ജീവിക്കുന്നത്, എങ്ങനെയാണോ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അഭിഷേകവും ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ പറഞ്ഞു OET എക്സാമിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം പാസ്സാകാതെ വന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല, ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ മാറ്റം വരുത്തിയില്ല, സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ഈ സഹോദരന് ലഭിച്ചു എന്ന്. അതുപോലെ തന്നെ തനിക്ക് അവിടെ തുടരുവാനായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന്, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനും, അതുപോലെ തന്നെ തങ്ങളുടെ ഭവനത്തിന് ജോലി ചെയ്യുന്ന ശ്രീകല എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടായപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ കടന്നു വന്നപ്പോഴും ഇവർ വിശ്വാസത്തോടെ ഇവർ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവരുടെ പ്രാർത്ഥന ഫലം കണ്ടു എന്നുള്ളതാണ് ഇവരുടെ സാക്ഷ്യത്തിൽ ഇവർ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. അതുപോലെ തന്നെ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് ജോസഫ് അച്ഛനെ കാണുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഈ സഹോദരന് സാഹചര്യം ലഭിച്ചു. അത് കഴിഞ്ഞ് ഈ സഹോദരൻ യാത്ര ചെയ്യുമ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഈ സഹോദരൻ പറയുകയായിരുന്നു, മുൻപിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ, അവർക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥം ഈ സഹോദരന് ലഭിച്ചുവെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ വിശ്വസ്തയോടുകൂടി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും സഹായവും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയുടെ ആധിപത്യമുണ്ട് എന്ന് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവർക്ക് ബോധ്യമായി എന്ന് ഇവർ പറയുകയുണ്ടായി. പ്രേക്ഷിത പ്രവർത്തനമായിട്ടും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളുമായിട്ടും ആരെയൊക്കെ കാണുന്നുവോ, ഇവരുടെ ആശുപത്രിയിലേക്ക് ആരൊക്കെ കടന്നു വരുന്നുവോ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരെ പരിചരിക്കുവാനായിട്ട് ഈ സഹോദരൻ തയ്യാറായപ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം സ്നേഹമായിട്ടും വലിയ അനുഭവമായിട്ടും കടന്നു വന്നു. അതുപോലെ തന്നെ ഈ സഹോദരൻ പറഞ്ഞു, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അഖണ്ഡ ജപമാല ടീമിൽ, ഖത്തറിലെ അഖണ്ഡ ജപമാല ടീമിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചേർന്നുകൊണ്ട് ഈ സഹോദരൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും ആരോഗ്യമുണ്ടാകണം, എല്ലാവർക്കും സമാധാനം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ സമയം മാറ്റിവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അഭിഷേകവും വലിയ അനുഗ്രഹവും നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. ഈ വലിയ ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉടമ്പടി ജീവിതം തുടർന്നു കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ജിൻസൺ എന്ന സഹോദരനോടും ഈ സഹോദരൻ്റെ ഭാര്യയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മായ തോമസ്. ഞാൻ കാവിൽപ്പള്ളി ഇടവക അംഗമാണ്. ഞാൻ 2018 ഇവിടെ ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവ് വഴിയായിട്ട് കുറേ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കാല് മുട്ടിന് താഴെ പഴുത്ത് നീര് വന്ന് വീർത്ത് പൊട്ടി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു കാല് കീറണം, പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകപ്പാടെ പേടിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എന്നെ അവിടെ ഇരുത്തിയിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5 പ്രാവശ്യം ഞാൻ ചൊല്ലി ഇരിക്കുവാണ്. അപ്പം ഞാൻ പറയുകയാണ്, അമ്മ മാതാവേ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കണേ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ, ഒരു മുസ്ലിം ഡോക്ടറാണ്, ആ ഡോക്ടറിൻ്റെ പേര് മുഹമ്മദ് മുനീർ എന്നാണ്. ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുകയും ഉടനെ തന്നെ ഈ ഇഞ്ചക്ഷനുള്ള മരവിക്കാനുള്ള ഇഞ്ചക്ഷനുള്ള മരുന്നെടുത്ത്
അപ്പോൾ ഞാൻ യേശുവേ എന്നിങ്ങനെ വിളിച്ചു പോയി. അപ്പോൾ ആ മുസ്ലിം ഡോക്ടർ എന്നോട് പറയുകയാണ്, ഡയറക്റ്റായിട്ടാണോ ഈശോനെ വിളിക്കണമെന്ന് ചോദിച്ച്. മാതാവൊന്നും ഇല്ലേന്ന് ചോദിച്ച്. എന്നിട്ട് പറയുകയാണ്, കൃപാസനത്തിൽ പോകാറുണ്ടോ? ഇപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ആ മുസ്ലിം ഡോക്ടറിന് വരെ നല്ല വിശ്വാസമാണ് നമ്മുടെ അമ്മ മാതാവിനോട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടക്കുകയും പെട്ടെന്ന് തന്നെ എന്നെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഇത് ഉണങ്ങത്തൊന്നുമില്ല, ഇത് കുറേ താമസം എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല. അപ്പം തന്നെ ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും പൊട്ടി ഇങ്ങനെ പൊളന്നിരിക്കുവാണ്. അപ്പം മാംസം ഇങ്ങനെ തള്ളി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഇങ്ങനെ ചുറ്റിനും പുരട്ടിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ചുറ്റിനും പുരട്ടിക്കൊണ്ട് ഞാനിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മാംസം വന്നിങ്ങനെ മൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമായി. അപ്പോൾ ഞാൻ പിന്നെയും ആ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി ഞാൻ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിയണ മുന്നേയായിട്ട് അത് വാടാൻ തുടങ്ങി. പിന്നെ ഞാനത് പിന്നെ പുരട്ടി അത് വാടി കരിഞ്ഞ് ഉണങ്ങി മാംസമെല്ലാം വന്ന് മൂടി എനിക്ക് നടക്കാൻ പറ്റാവുന്ന രീതിയിലായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ മാതാവിന് 1000 കോടി വന്ന് നന്ദി പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇത് വാടത്തില്ല, ഇത് പൊറുക്കത്തില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു എല്ലാം പുറത്ത് അമ്മ മാതാവേ 1000 നന്ദി പറഞ്ഞു, ഇവിടെ നന്ദി പറഞ്ഞു. ഞാൻ അടുത്തതായിട്ട് എനിക്ക് ചുമയായിരുന്നു. ഭയങ്കര ചുമയെന്ന് വെച്ചാൽ ചുമച്ച് ഛർദ്ദിച്ചു പോകും ഞാൻ. അത്രയ്ക്ക് ചുമയായിരുന്നു. ചുമ വന്ന് വരികയാണെങ്കിൽ ഛർദ്ദിച്ച് അവശയായി ഈ നെറുകയിന്ന് ഒരു കാപ്പിപ്പൊടി കളറുള്ള സാധനം എൻ്റെ വായ്ക്കകത്തൂടെ വരും. അത്രയ്ക്ക് ചുമയായിരുന്നു. എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല, ഒരു സാധനവും കഴിക്കാനും തണുത്തതോ അങ്ങനെ സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം ഞാൻ കഴിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് ചുമ മാറി പൂർണ്ണ സൗഖ്യം കിട്ടി. അതിന് 1000 എൻ്റെ അമ്മമാർ നന്ദി പറയുന്നു. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മകൾ SLCക്ക് പഠിക്കുകയായിരുന്നു. അവൾ മോഡൽ എക്സാമിന് 2 വിഷയത്തിന് അവൾ തോറ്റുപോയതാണ്. കണക്കിനും തോറ്റുപോയി, ഫിസിക്സിനും തോറ്റുപോയി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ദൈവമേ ഞാൻ എന്നാ ചെയ്യും എന്നും പറഞ്ഞ് ഞാൻ വിഷമിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് പരീക്ഷയ്ക്ക് പോകേണ്ട സമയത്ത് ഞാൻ അവളെ വിളിച്ചിട്ട്, മകളെ ഞാൻ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ. അവളെല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ തേനും ഉപയോഗിച്ച് അവളുടെ വായിക്ക തേനും ഉപയോഗിച്ച് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. അവൾ പോയി കഴിയുമ്പോൾ ഞാനും കൈവിരിച്ച് പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നീലത്തിരിയും പച്ചത്തിരിയും കൂടെ കത്തിച്ച് വെച്ച് 2 കൈയും വിരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ആകപ്പാടെ അത്ഭുതപ്പെട്ടു പോയി. അവൾക്ക് ഫുൾ A+, എല്ലാ വിഷയത്തിനും നല്ല മാർക്ക്, ഫുൾ A+ കിട്ടി. അങ്ങനെ അവൾ ഉടനെ തന്നെ അമ്മ മാതാവിലേക്ക് ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ഞാനും അതുപോലെ നന്ദി പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് +1നും അവൾക്ക് കണക്കിന് തോറ്റുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവളെന്നോട് അമ്മ ഞാൻ തോറ്റുപോകും അമ്മേ. അപ്പം ഞാൻ പറഞ്ഞില്ല, നീ തോക്കത്തില്ല, ഞാൻ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകളെ, നീ തോക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് 80-ൽ കൂടുതൽ ശതമാനത്തോളം മാർക്കോടെ അവൾ പാസ്സായി. അത് അമ്മ മാതാവിന് തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാസപ്പതിവ് ഉണ്ടാകത്തില്ലായിരുന്നു. മാസപ്പതിവ് 6 മാസം എനിക്ക് ഇങ്ങനെ ഉണ്ടാകാതിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ചൊറിച്ചിലുമായിരുന്നു, ഭയങ്കര ദേഷ്യം, അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു പോയി. അപ്പം ഞാൻ കൃപാസന അമ്മയുടെ കാശ് രൂപം എൻ്റെ അടിവയറ്റിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് നാളെ തന്നെ എനിക്ക് ഇത് മാസപ്പതിവ് വന്നേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 7-ാം തീയതി, അതായത് നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റ് 7-ാം തീയതി, ആ സമയത്ത് തന്നെ എനിക്ക് മാസപ്പതിവ് ഉണ്ടാവുകയും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോയി. ഞാൻ തേനും ഉപയോഗിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവായിരുന്നു. എനിക്ക് അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ ഇങ്ങനെ എഴുന്നള്ളിച്ചുള്ള രൂപം എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പറയും, അമ്മ മാതാവിനെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം, അതിനെനിക്ക് പൈസ തന്നെ, എന്നാലേ എനിക്ക് മേടിക്കാം. 600 രൂപയാണ് എനിക്കത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് എങ്ങനെയോ ആരെങ്കിലും കൊണ്ട് തന്ന് പൈസ.
അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുക, എടി നിനക്ക് ഞാൻ പൈസ തന്നില്ലേ, നീ പോയി എന്നെ മേടിക്കുന്നില്ലേ? ഞാൻ ആ നിമിഷം തന്നെ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മ മാതാവിൻ്റെക്ക് വന്നിട്ട് അമ്മ മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് ഗേറ്റിൻ്റെ അവിടെ ഒന്ന് രണ്ട് വശത്തും പച്ചത്തിരി നീലത്തിരി അവരെ കൊണ്ട് കത്തിച്ച് പിടിപ്പിച്ച് ഞാൻ അമ്മ മാതാവിൻ്റെ ആവേ മരിയ പാട്ടുപാടി ഞാൻ അമ്മ മാതാവിനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പ്രതിഷ്ഠിക്കേണ്ടായി. അന്ന് തൊട്ട് ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ പട്ടിണിയില്ലാണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ എൻ്റെ മകൾക്കായാലും ഇങ്ങനെ ചൊറിച്ചുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ തേനും ഉപ്പും കൂടെ കൊടുത്ത് അത് മാറുകയും പിന്നെ സമാധാനം കിട്ടുകയും ചെയ്തു. പിന്നെ പത്രങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോകും. അമ്മമാർ ആരോരുമില്ലാത്ത അമ്മമാർക്ക് ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് മറ്റുള്ളവർ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ മറ്റുള്ളവരെ ഞാൻ സഹായിക്കും. അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയോ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാ തിരുക്കുമാരന് 1000 കോടി നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവെ, മരുന്നോ ലേപനമോ അല്ല ഇവരെ സുഖപ്പെടുത്തിയത്, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ്. പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ സൗഖ്യമുള്ള മനുഷ്യരായിട്ട് മാറിത്തീരുന്നത്. നമ്മുടെ മുൻപിൽ മായ തോമസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവ് ഷുഗർ ഉള്ളതുകൊണ്ട് പൊറുക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. പക്ഷേ ഈ സഹോദരി പറയുകയാണ്, മരുന്നിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടുത്തെ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളുമൊക്കെ എൻ്റെ മുറിവിൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പരിശുദ്ധ അമ്മയോട് എത്രത്തോളം ആഴമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അത്രത്തോളം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നമ്മളുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുമ്പോഴാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ യാത്ര സുന്ദരമാകുന്നത്. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നശ്വരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അനശ്വരമായിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടും എന്നുള്ളതൊരു സംശയമില്ല. പക്ഷേ ആന്തരികമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട വലിയ ബോധ്യം എന്ന് പറയുന്നത് അത് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ സഹോദരിയോടൊപ്പം നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഞാൻ ഇവിടെ 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഇവിടെ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് എനിക്ക് 130 കിലോ ഉണ്ടായിരുന്നു വെയിറ്റ്. നടന്ന് മേലെ കയറി വരാൻ കൂടെ പറ്റത്തില്ലായിരുന്നു. മാതാവിന് ഉടമ്പടി വെച്ചു. ആ പേപ്പർ കൊടുക്കാൻ പോയപ്പോഴാണ് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയത്. അങ്ങനെ അവിടെ പോയി എനിക്കിപ്പോൾ 35 കിലോ കുറഞ്ഞ്. വയറെല്ലാം ഇത്ര ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മകളുടെ പഠിപ്പ്, മൂത്ത മകൾ നല്ല പഠിക്കും ആണ്. പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അങ്ങനെ +2 പരീക്ഷ ഒരു പരീക്ഷയ്ക്ക് പോയിട്ട് അടുത്ത പരീക്ഷ എഴുതാനായിട്ട് പറ്റിയില്ല. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമെല്ലാം തേച്ച് എക്സാമിന് വിട്ട് കഴിഞ്ഞ് പരീക്ഷ റിസൾട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ പരീക്ഷയ്ക്കും 95, എഴുതാൻ പറ്റാത്ത പരീക്ഷയ്ക്ക് 97. ഇതാണ് എൻ്റെ സെക്കൻഡ് അതിശയം. അങ്ങനെ അത് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. MBBS സീറ്റ് കിട്ടി. നീറ്റിന് നല്ല മാർക്ക്. MBBS സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ചെന്നൈയിൽ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ചെന്നൈയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ കിട്ടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 4 വർഷം എൻജിനീയറിങ് 5ാമത് വർഷം ഭയങ്കര സ്ട്രെസ്സ്. 5ാമത് വർഷം തീരുമ്പം അപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം മാതാവിനോട് തിരിച്ച് ഉടമ്പടിയിൽ വെച്ച് നല്ല മടിയ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഇവിടെ കുട്ടിയെ കൂട്ടിയിട്ട് കുട്ടി ഉടമ്പടി വെറുതെ എടുത്ത് ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവ് ചെയ്ത
നന്ദിക്കായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോകാമെന്നും പറഞ്ഞ് മേലെ പോയി ഉടമ്പടി എടുത്ത് ഇപ്പോൾ റിസൾട്ട് വന്ന് എല്ലാത്തിനും പാസ്. ഇപ്പോൾ വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് വന്ന് എൻ്റെ രണ്ടാമത് മകൾ വന്ന് ആവറേജ് സ്റ്റുഡൻ്റാണ്. +2 പരീക്ഷയ്ക്ക് 50% മാർക്കേ വാങ്ങത്തുള്ളൂ. 10th +2 അല്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ച് +2 വന്ന് 2 മാസം മുന്നേ നല്ല പഠിക്കാൻ തുടങ്ങി. പഠിച്ച് 77% +2 മാർക്ക് വാങ്ങി. ആ മാർക്ക് വന്ന് എൻജിനീയറിങ്ങിന് പറ്റത്തില്ലായിരുന്നു. ഞാൻ അവിടെ എല്ലാം പോയി അന്വേഷിച്ചു. എല്ലായിടത്തും പോയാലും 7 ലക്ഷം, 5 ലക്ഷം ഡൊണേഷൻ, 2.5 ലക്ഷം പഠിപ്പ് ഫീസെന്ന് പറഞ്ഞ് അതെന്നെക്കൊണ്ട് കെട്ടാൻ പറ്റാത്തതിനാൽ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഗവൺമെൻറ് കൗൺസിലിങ്ങിൽ ഞാൻ ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുവാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ മാതാവിനെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ വന്ന് ആപ്ലിക്കേഷൻ വാങ്ങി മാതാവിൻ്റെ അടുക്ക വെച്ച് അവിടെ തലയിലും കൈ വെച്ച് പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം കൊടുത്ത്. ഞാൻ ദൂരെ നിൽക്കുമായിരുന്നു. എന്നെയും വിളിച്ച് എനിക്ക് ഒരു കാശുരൂപം തന്ന് തലയിൽ പ്രാർത്ഥിച്ച്, നീ വിഷമിക്കാതെ, നീ വിചാരിക്കുന്ന നടക്കുമെന്ന് പറഞ്ഞ്. മൂന്നാമത് കൗൺസിലിങ്ങിനെ വന്ന് അവിടെ തന്നെ ഒരു നല്ല കോളേജിൽ ഞാൻ പോയി അന്വേഷിച്ച് 7.5 ലക്ഷമെന്ന് പറഞ്ഞ കോളേജിൽ വെറും 97,000 രൂപയ്ക്ക് BEക്ക് സീറ്റ് കിട്ടി. മൂന്നാമത് വന്ന് ഹസ്ബൻഡ് ഒത്തിരി വന്ന് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. വീട് സമാധാനമില്ലായിരുന്നു. കുറച്ച് വിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. കടമൊക്കെ കൊറോണ സമയത്തായി. അങ്ങനെ വന്ന് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടി വന്ന് ഉടമ്പടിയിൽ ഒരു സ്ഥലം വിറ്റ് കടമെല്ലാം തീർന്ന് ഇപ്പോൾ കുടുംബത്തിന് സമാധാനമായി. അത് കണ്ട് എൻ്റെ അയൽവക്കക്കാരെല്ലാം വന്ന് എന്നോട് പഴകെ അവർ സമാധാനം, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരായി. ഞാനിതെല്ലാം കാരണം മാതാവിനും യേശുവിനും 1000 നന്ദി പറയുന്നു. അതില്ലാതെ ഞാൻ ഒത്തിരി പേർക്ക് വന്ന് പേപ്പർ കൊടുക്കും. ഞാൻ ഇവിടുന്ന് എപ്പോൾ ഉടമ്പടി എടുക്കാൻ തുടങ്ങി അപ്പം തൊട്ട് ഞാൻ വന്ന് എല്ലാവർക്കും വന്ന് കാണുന്ന ആരെ കണ്ടാലും എപ്പോഴും എൻ്റെ ബാഗിൽ പേപ്പർ കാണും. എല്ലാവർക്കും പേപ്പർ കൊടുക്കും. ആഹാരം വന്ന് വാങ്ങിക്കൊടുക്കും. അനാഥാശ്രമത്തിലെ റോഡ് ഓരത്തിലിരിക്കുന്നവർക്ക് മാതാവിൻ്റെ അതിശയങ്ങൾ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്നെ 20 വർഷം എന്നെ കണ്ടവരെല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എങ്ങനെ വെയിറ്റ് കുറഞ്ഞെന്ന്. അതേ ഒരു വലിയൊരു അതിശയമായിട്ട് ഞാൻ ഈ ആൾത്തറയിൽ പറഞ്ഞേ പറ്റൂ. 1 കോടി നന്ദി യേശുക്കും അമ്മയ്ക്കും. അത് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാനും ഒരു കാരണമുണ്ട്. ഉടമ്പടി ഞാൻ എങ്ങനെ ഇത്രയും ദൂരത്തിൽ നിന്ന് വരും ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ് ധനവും അച്ഛൻ്റെ ജ്ഞാനവും എല്ലാം കേട്ട് സാക്ഷ്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സമയത്താണ് ഈ മാതാവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബൈബിൾ ഇങ്ങനെ ജ്വലിച്ചിട്ട് ആ പേടകത്തിൻ്റെ മേലെ വന്ന് നിന്ന്. അതാണ് എൻ്റെ ഉടമ്പടിക്ക് ഞാൻ എടുക്കാനുള്ള കാരണം. പിന്നെ ഞാൻ ഇത്ര ദൂരെ എന്നെ വിടത്തില്ല, എങ്ങനെ വരുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ റെഗുലറായി ഞാൻ ഒരു 3 മാസത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വരാനുള്ള കൃപ എനിക്ക് മാതാവ് തന്ന്. മത്തായിയുടെ സുവിശേഷം 10:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നു പോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യത്തിനായിട്ട് ഒരു വ്യക്തി ഈ അൾത്താരയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവമായ കർത്താവ് അനാദ്യം മുതലേ നമ്മളെ തിരഞ്ഞെടുക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ അയക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ അൾത്താരയുടെ മുൻപിൽ നമ്മൾ നൽകുന്നത്. സിനി ശിവകുമാർ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഈ സഹോദരി ആദ്യമേ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 130 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് മുകളിലത്തെ നിലയിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ഒത്തിരിയേറെ വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഉടമ്പടി ക്ലാസ്സിന് വേണ്ടിയിട്ട് മുകളിലത്തെ നിലയിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി. അതിനുശേഷം
തൈലം പുരട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ളൊരു ക്രമീകരണം നടത്തുവാനായിട്ട് ഞാൻ തുടങ്ങി. അങ്ങനെ 35 കിലോ ഭാരം എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞുപോയി. എന്നെ കാണുന്നവർക്കൊക്കെ അത്ഭുതമാണ്, ഞാൻ എന്ത് മറിമായമാണ് എൻ്റെ ജീവിതത്തിൽ കാണിച്ചതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്. എന്ത് അത്ഭുതമാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരിക്ക് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ്, കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഈ വലിയ അത്ഭുതം നടക്കുവാനായിട്ട് കാരണമായത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു 35 കിലോയൊക്കെ ഭാരം കുറയ്ക്കണമെങ്കിൽ എത്രത്തോളം ത്യാഗവും സഹനവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കണമെന്നുള്ളത്. എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി ഒന്നുകൊണ്ട് മാത്രം എൻ്റെ ശരീരത്തിൽ എനിക്ക് വലിയ മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചു എന്നും. അതുപോലെ തന്നെ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ സഹോദരിയുടെ മകൾക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയതും MBBS പാസ്സായി ഇന്നൊരു ഡോക്ടറായിട്ട് ഈ സഹോദരിയുടെ മകൾ മാറിത്തീർന്നതും. അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് പഠിക്കുവാൻ പിന്നോക്കമായിരുന്നിട്ടും ഈ സഹോദരിയുടെ പ്രത്യേക പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലും ഈ സഹോദരിയുടെ രണ്ടാമത്തെ മകള് 77% മാർക്കോടുകൂടി +2 പരീക്ഷ പാസ്സാകുന്നു. അതിനുശേഷം ഒരു കോളേജിൽ എൻജിനീയറിങ്ങിന് അഡ്മിഷന് ശ്രമിക്കുമ്പോൾ 7.5 ലക്ഷം രൂപ ഡൊണേഷനായിട്ട് ഫീസായിട്ടുമൊക്കെ നൽകണമെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ സഹോദരി പറയുകയാണ്, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ അത്ഭുതം കാണുകയാണ്. 93,000 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ സഹോദരിയുടെ മകൾക്ക് ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കേൾക്കുന്നവർക്കൊക്കെ നിസ്സാരമാണെങ്കിലും ഈ സഹോദരിക്ക് മനസ്സിലാകും ഈ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ വലിയ അത്ഭുതത്തിൻ്റെ ആധിക്യം എന്താണെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളിലും, അനുദിന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കടന്നു വരുന്നു എന്നുള്ളതാണ്. നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടി ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ഈ സഹോദരി ഇവിടെ നിൽക്കുമ്പോൾ ഇത് അനേകരുടെ മുൻപിൽ വലിയ സാക്ഷ്യമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.